بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. أقدم بسم الله جل وقسما، أحمدل حمدا بدوام موسما، أسلم تسليما كثيرا قياسما، أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ، قدم له في الكون مدح مسلسل، ممد بلا حد وإن عد طيسل، فلما خلا بالرب والستر مرسل، أقيم مقاما لم يقم فيه مرسل، وأمست له حجب الجلال توطأ، سرى نحو مولاه وقد ترك الدنا، ليزداد فضلا أو يخفف كدنا، ويرفع إسرا لو بقى قدنا، إلى العرش والكرسي أحمد قدنا، ونوره ما من نوره يتلألأ، صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, തങ്ങളോടുള്ള ഇഷ്ഖ് എന്ന് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള മൂന്നാമത്തെ ക്ലാസ്സാണ് അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് ഇവിടെ നടക്കുന്നത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള സർവ്വ സൃഷ്ടികളെക്കാളും ഞാൻ അവന് പ്രിയങ്കരമാവാത്ത കാലത്തോളം പൂർണ്ണനായ മുഅ്മിനാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ സ്നേഹം എന്നതിനെക്കുറിച്ച്, സ്നേഹം ഉണ്ടാവാൻ എന്തെല്ലാം കാരണമായി വരാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ജമാലാണ് എന്ന് നമുക്കറിഞ്ഞു. സയ്യിദ് അപ്പോൾ ജമാലിൻ്റെ വകയിൽ, അഥവാ ബാഹ്യമായ സൂറത്ത്, അതല്ലേ ബാഹ്യമായതിന് എന്ത് പറയും? സൂറത്ത്. ആന്തരികമായതിന്
മഅന. അപ്പോൾ ബാഹ്യമായ സൂറത്തിൻ്റെ വകയിൽ മറ്റൊന്നും നോക്കാതെ തന്നെ ഒരാൾക്ക് സ്നേഹമുണ്ടാവാം. അതിന് യോഗ്യരായ ഒരു വ്യക്തിയുണ്ടെങ്കിൽ സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമത്തത് കമാലാണ്. കമാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുത്ത ഉന്നതമായ പദവികൾ. നമുക്കറിയണം, ഇന്ന സ്ഥലത്ത് വലിയ ഒരു ആലിമ വന്നിട്ടുണ്ട്, നൂറുകണക്കിന് തസാനീഫുകൾ ഉണ്ടാക്കിയവരാണ്, എല്ലാ ഫന്നിലും അദ്ദേഹം വലിയ അഭാഗം നേടിയ വ്യക്തിയാണ് എന്ന് നമുക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം എന്താണ്, ശരീര ഭംഗി എന്താണ് എന്നൊന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിനെ കൊണ്ട് നമ്മുടെ കൽബ് ചായുകയും കാണാൻ പോകാൻ വേണ്ടി ആ ഷൗക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ നിത്യേന നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ജമാലും കമാലും കൂടി ഒത്തുകൂടി കഴിഞ്ഞാൽ രണ്ട് വകയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനുള്ള വകുപ്പുകളുണ്ടായി. ഇനി നോക്കണം, തങ്ങളുടെ ജമാലിൽ നിന്ന് കൂടുതലായി വർണ്ണിക്കാൻ നമുക്ക് സാധ്യമല്ല. വർണ്ണിച്ചോളം തന്നെ ഏതാണ്ട് മതിയായതാണ് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. മഹാന്മാരായ സഹാബികൾക്ക് പോലും അത് പൂർണ്ണമായി വർണ്ണിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം പിന്നെ എന്തു പറയാനാണ്? ഇനി കമാല് എവിടെ വെച്ച് തുടങ്ങണം? എന്തെല്ലാം തരത്തിലുള്ള കമാലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനൊരു തർത്തീബ് വേണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം കമാല് പല തരത്തിലാണ്. ലഹു ഫീ കുല്ലി കമാലിൻ മിൻഹു കമാൽ. ഏതൊരു കമാലിൻ്റെ വിശേഷണം എടുത്താലും അതിൽ പൂർണ്ണമായി സമ്പൂർണനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കമാലായി എന്തെണ്ണാം? അതാണ് നമുക്ക് ആദ്യമായി ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ ജീവിതം, മനുഷ്യനെന്തല്ല, ഒരു മഖ്ലൂക്കിൻ്റെ ജീവിതം, അതിൽ ഏറ്റവും വലിയ കമാലായിട്ട് എന്താണ് ഉണ്ടാനുള്ളത്? ബഹുമാനപ്പെട്ട ഇമാം സുഹ്റവർദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു കലാമ് അശ്ശൈഖ് സൈനുദ്ദീൻ അൽ കബീർ അൽ മഅബരി റളിയല്ലാഹു അൻഹു അവരുടെ ഹിദായത്തുൽ അദ്കിയയുടെ അവസാന ഭാഗത്ത് അതിൻ്റെ കൺക്ലൂഷൻ, അതിൻ്റെ സമാപനത്തിൽ പറയുന്നു, ഖാലൽ ഇമാമു സുഹ്റവർദി ഖുദ്ദിസ വൽ മഖ്സിദുൽ അഖ്സൽ മുശാഹദത്തുൽ ഉലാ. ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ സമകാലികരായ ഉലമാക്കളിൽ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് അബുൻ നജീബ് അബ്ദുൽ ഖാഹിർ സുഹ്റവർദി റളിയല്ലാഹു അൻഹു. അവാരിഫുൽ മആരിഫ് എന്ന കിതാബുണ്ടാക്കിയ ഉമർ സുഹ്റവർദി തങ്ങളുടെ അമ്മാണ് അബുൻ നജീബ് സുഹ്റവർദി. അവരുടെ ശൈഖുമാണ്, എല്ലാമായ ഉസ്താദുമാണ്. ആ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഫൽ മഖ്സിദുൽ അഖ്സൽ മുശാഹദത്തുൽ ഉലാ. പരമാവധിയുള്ള ലക്ഷ്യം, അഥവാ ഇവിടെ അംബിയാ മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. അവർ ദീർഘകാലം ത്യാഗം ചെയ്തു. ആ രൂപത്തിലുള്ള ലക്ഷ്യം എന്താണ്? അൽ മുശാഹദത്തുൽ ഉലാ, അല്ലാഹുവിൻ്റെ മുശാഹദയാണ് എന്നാ പറഞ്ഞത്. ഔലിയാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ പദവിയാണ് മുശാഹദ. അതിലൂടെ വ്യാഖ്യാനിക്കൽ തസവുഫിൻ്റെ ഫീൽഡിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ മുശാഹദ എന്നുള്ളത് നേരെ കാഴ്ചയുടെ കീഴിലാണ്. ഈ ലോകത്ത് വെച്ച് മുശാഹദയുടെ ഒരു ചെറിയ ഒരളവ്, ഒരു മുട്ടുസൂചി കടക്കാനുള്ള ദ്വാരത്തിൻ്റെ അളവിൽ കൂടി അത്രയും ചെറിയൊരു കണിക മുശാഹദത്തിൻ്റെ അളവ് ഒരു മനുഷ്യൻ്റെ കൽബിലേക്ക് വന്നാൽ ഈ ലോകത്തിലുള്ള എന്ത് തരത്തിലുള്ള സുഖമായാലും ദുഃഖമായാലും അവനൊരു പ്രശ്നമേ ആവുകയില്ല. കൽബിന് അതിനേക്കാൾ സന്തോഷകരമായത്, അതിനേക്കാൾ കൽബിന് ആഹ്ലാദം നൽകുന്നത്, തുമഅനീനത്ത് നൽകുന്നത് മറ്റൊന്നില്ല. ഇത് മഹാന്മാരായ ഔലിയാക്കൾക്ക് ഒരളവ് കൊടുക്കുമെങ്കിൽ അമ്പിയാക്കൾക്ക് അതിനേക്കാൾ കൂടുതലാണ്, മുർസലീങ്ങൾക്ക് അതിനേക്കാളും കൂടുതലാണ്.
ഉലുല്ലസമായ മുർസലീങ്ങൾക്ക് അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കലാം കേട്ടു, പക്ഷേ കാഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ കലാം കേട്ടപ്പോൾ മുക്കല്ലിമിനെ അല്ലെങ്കിൽ മുത്തക്കല്ലിമിനെ അഥവാ അള്ളാഹു തആലയെ കാണുവാനുള്ള ഒരാഗ്രഹം ഇവിടെ പ്രകടിപ്പിച്ചു അല്ലേ? വകല്ലമഹു റബ്ബഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്, ഒന്ന് കാണിച്ചു തരണം, ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ പൂർണ്ണമായ മുശാഹദ, അഥവാ മുശാഹദൻ്റെ ഏറ്റവും ഗ്രേഡ് കൂടിയ പദവിയാണ് കാഴ്ച. മുശാഹദ എന്നുള്ളത് കൽബ് കൊണ്ടാണ്. അവിടത്തേക്ക് ഷൗക്ക് വന്നു. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് തൽക്കാലം അള്ളാഹു കൊടുത്ത മറുപടി എന്താ? ഈ ലോകത്ത് നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരമുള്ള ആ റുഅ്യത്ത് സാധ്യമല്ല എന്ന്. അതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇനി പരലോകത്തേക്ക് ചെന്നാൽ സ്വർഗത്തിൽ ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു തആല എണ്ണി 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 വർണ്ണിച്ച് സ്വർഗത്തിലേക്ക് ഷൗക്കുണ്ടാക്കുന്ന തരത്തിലുള്ള നിഅമത്തുകൾ അല്ലാഹു തആല എണ്ണിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അപ്പുറത്തുള്ളത് എന്താണ്? അല്ലാഹുവിൻ്റെ ലിഖാ. ഹദീസ് ശരീഫിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളിലേക്ക് പ്രകടമായി. റിയാദുസ് സാലിഹിൻ്റെ അവസാന ഭാഗത്തുണ്ട് ലിഖായിനെ കുറിച്ച് പറഞ്ഞിട്ട്. ഞാൻ വാഗ്ദാനം പാലിച്ചില്ലേ എന്ന് അടിമകളോട് ചോദിക്കുന്നു. അവർ പറയുന്നു, അലം തഗ്ഫിർ ദുനൂബന, ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ പുറത്തു തന്നു, ഞങ്ങളുടെ മുഖം നീ പ്രകാശമാനമാക്കി, ഞങ്ങൾക്ക് സന്തോഷിക്കുവാനും സുഖിക്കുവാനുമുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നു. ഇനി ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും നിഅമത്തുണ്ടോ? ഉണ്ട്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ലിഖാ കാണിച്ചു കൊടുക്കുന്നത്. ഈ ലിഖാ കാണിച്ചു കൊടുക്കലോടുകൂടി ഇവിടം വരെ ആസ്വദിച്ച സ്വർഗീയ സുഖങ്ങൾ മുഴുവനും അവർ മറന്നുപോയിരിക്കുകയാണ്. അല്ലേ? യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ എന്ന് തുടങ്ങിയിട്ട് പറഞ്ഞു ഫയൻസൗന നഈമ ഇദാ റഅൗഹു. അല്ലാഹുവിൻ്റെ ലിഖാ കണ്ടു കഴിഞ്ഞാൽ എല്ലാ നഈമുകളും അവർ മറന്നുപോയി, എല്ലാ സുഖങ്ങളും അവർ മറന്നുപോയി, ഒരു ദുഃഖവും അവരുടെ മനസ്സിൽ യേശുകയില്ല. ഇത് തന്നെയാണ് ഈ ലോകത്ത്. അപ്പോൾ ലിഖാഇൻ്റെ പരലോകത്ത് വെച്ച് നടക്കുന്ന ലിഖാഇൻ്റെ ഒരു ലില്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ രൂപമാണ് ഔലിയാക്കൾക്ക് കിട്ടുന്ന മുശാഹദ എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കമാലാണ് അത്. ഫൽ മഖ്സിദുൽ അഖ്സൽ മുശാഹദത്തുൽ ഉലാ. ഇതുപോലെ ഏറ്റവും വലിയ കമാലാണ് ഇത് അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കുക എന്നുള്ളത്. അല്ലേ? അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കി അള്ളാഹുവിനെ അങ്ങോട്ട് ഏറ്റവും അധികം സ്നേഹിക്കുവാനും അള്ളാഹുവിൻ്റെ സ്നേഹം ഏറ്റവും അധികം ആർജിക്കുവാനും കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ കമാലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കമാല് തുടങ്ങുകയാണെങ്കിൽ എവിടെ വെച്ച് തുടങ്ങണം? അള്ളാഹുവിൻ്റെ ഹബീബാണ്. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം വെക്കുകയും അള്ളാഹു തആല ഇങ്ങോട്ട് ഏറ്റവും ഇഷ്ടം വെക്കുകയും ചെയ്ത ഒരു മഹാ വ്യക്തിത്വമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. അത് ലോകത്തൊരാൾക്കും നൽകപ്പെട്ടിട്ടില്ലാത്തതുമാണ്. ഇതുപോലെ അള്ളാഹുവിനെ കാണുക, അള്ളാഹുവിൻ്റെ കലാം കേട്ട് ആസ്വദിക്കുക, ഇതിനേക്കാണ് വലിയൊരു കമാല് മറ്റൊരു വ്യക്തിക്ക് അല്ലാഹു തആല കൊടുക്കാനില്ല. ഇത് ഹയാത്ത് കാലത്ത് തന്നെ, ഈ ലോക ജീവിത കാലത്ത് തന്നെ എല്ലാം കരസ്ഥമാക്കിയ ഹബീബാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ കമാൽ ഉണ്ടെന്ന അവസരത്തിൽ കമാലിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിന്ന് അഥവാ അത്യുന്നതമായ പദവിയിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന ഒരു ശൈലിയാണ് ഇവിടെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ഏറ്റവും വലിയ കമാൽ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി തങ്ങൾ ആരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പദവി എവിടെ കിടക്കുന്നു? وعن ابن عباس رضي الله عنهما قال جلس ناس من أصحاب رسول الله صلى الله عليه وسلم. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുകയാണ്, ബഹുമാനപ്പെട്ട സഹാബികളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു സംഘം ഒരു സ്ഥലത്തിരുന്നു.
ഫഖറജ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലേക്ക് പുറപ്പെടുന്നു. ഹത്താ ഇദാ ദനാ മിൻഹും, അങ്ങനെ അടുത്തെത്തിയപ്പോൾ അവരുടെ സംസാര വിഷയം എന്താണെന്ന് തങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുകയാണ്. സമിഅഹും യതദാകറൂന, അവർ പരസ്പരം ഇൽമ സംബന്ധമായ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മുദാക്കറ നടത്തുകയാണ്. എന്താണ് സബ്ജക്റ്റ്? ഖാല ബഅദുഹും, ചിലർ പറഞ്ഞത്, ഇന്നല്ലാഹ ഇത്തഖദ ഇബ്രാഹീമ ഖലീല, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഖലീൽ എന്ന സ്ഥാനത്താണ് അല്ലാഹു തആല ആക്കിയത്. അവർക്കുള്ള പ്രത്യേക ലഖബാണ് ഖലീൽ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുതലാണ് തുടങ്ങുന്നത്. വഖാല ആഖറു, വേറെ ചിലർ പറഞ്ഞത്, മൂസ കല്ലമഹു തക്ലീമ, മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ഒരു പ്രത്യേക ശൈലിയിൽ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ കലീമുല്ലാഹിയാണ് എന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹി, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കലീമുല്ലാഹി. വഖാല ആഖറു ഫഈസ കലിമത്തുല്ലാഹി വറൂഹുഹു, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കലിമത്ത്, അല്ലാഹുവിന്റെ റൂഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ തടിയിലുള്ള റൂഹ് എന്ന അർത്ഥത്തിനല്ല, അല്ലാഹുവിനെ കൊണ്ട് ചേർക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു റൂഹ്, അതാണ് ഈസ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം എന്ന് പറയും. അതിന്റെ അർത്ഥം നേർക്കുന്നതിന് അർത്ഥം വെച്ചിട്ട് അള്ളാഹുവിൻ്റെ തടിയിലുള്ള റൂഹ് എന്നൊന്നും അർത്ഥം വെച്ചാൽ അത് മുഴുവനും പിഴവാണ്. ഏതായാലും കലിമത്തുഹു അൽഖാഹ ഇലാ മറിയം എന്ന് പറഞ്ഞിട്ട് ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വർണ്ണിച്ചു. വഖാല ആഖറു ആദം മുസ്തഫാഹുല്ലാഹ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല അവൻ്റെ മുഴുവൻ സൃഷ്ടികളിൽ നിന്നും തെരഞ്ഞെടുത്ത് ഭൂമിയിലെ ഖലീഫയാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തവരാണെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ എത്ര പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു? ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ സഹാബിയത്തിൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചർച്ചാ വിഷയത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ചർച്ച വന്നിട്ടില്ല എന്ന് കാണാം. ഇത് തങ്ങൾ ദൂരത്തുനിന്ന് കേൾക്കുകയാണ്. ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ട് വഖാല ഖദ് സമിഅതു കലാമകും വഅജബകും, നിങ്ങൾ സംസാരിച്ച സംസാരവും ഓരോരുത്തർക്കും അല്ലാഹു തആല കൊടുത്ത പദവികളെ കുറിച്ചുള്ള നിങ്ങളെ ആ അത്ഭുത പ്രകടനവും ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കൾ ദൂരത്തിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ്. അന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹ്, നിങ്ങൾ പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ ഖലീലാണ് എന്ന്. വഹുവ കദാലിക്, അത് ശരിയാണ്, കാര്യം ശരിയാണ്. വമൂസ നജിയുല്ലാഹ്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ കലീമാണ്, അഥവാ പ്രത്യേകമായ മുനാജാത്ത് ലഭിക്കപ്പെട്ടവരാണ്. നജി എന്നുള്ളത് മുനാജാത്തിൽ നിന്നാണ്, രക്ഷപ്പെട്ടു എന്ന അർത്ഥത്തിനാണ്. നജാത്തിൽ നിന്നല്ല നജിയ്, അല്ലെങ്കിൽ നജുവ എന്ന് പറയും. മുനാജാത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, അല്ലെങ്കിൽ എന്താ നജുവ എന്നും പറയും. അതിൽ നിന്ന് പിടിച്ച ഫഈലാണ് ഇത് നജിയുല്ലാഹി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കലാമ് കേട്ട കലീമാണ് എന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു വഹുവ കദാലിക, അതും ശരിയാണ്. വഈസ റൂഹുഹു വകലിമതുഹു, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ കൊണ്ട് ചേർക്കപ്പെട്ട റൂഹും അല്ലാഹുവിൻ്റെ കലിമത്തുമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. വഹുവ കദാലിക, അതും ശരിയാണ്. വആദം മുസ്തഫാഹുല്ലാഹു തആല, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ഭൂമിയിലുള്ള ഖലീഫയായി നിശ്ചയിക്കുകയും ചെയ്തു. അപാരമായ ഇൽമു കൊണ്ട് അല്ലാഹു തആല അവരെ പ്രത്യേകമാക്കി, മലായികത്തിനെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചു. അതെല്ലാം ഇതിലുണ്ട്, ഇസ്തഫ എന്ന വാക്കിലുണ്ട്. വഹുവ കദാലിക, അതും ശരിയാണ്, അല്ലേ? ഇനിയോ അള്ളാഹുവിൻ്റെ സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഇനി തങ്ങളാണ് വ്യാഖ്യാനിക്കുന്നത്. അലാ വ അന ഹബീബുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ്. അപ്പോൾ ഈ പറയപ്പെട്ട എല്ലാ പദവികളെയും മറികടക്കുന്ന പദവിയാണ് ഹബീബ്. അത് അള്ളാഹുവിൻ്റെയും തങ്ങളുടെയും ഇടയിലുള്ളൊരു പ്രത്യേക സിറാണ്. അതാണ് ചിലർ ചോദിക്കല്, എന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്നതിന് പകരം അഷ്ഹദു അന്ന മുഹമ്മദൻ ഹബീബുല്ലാഹി എന്ന് പറയലില്ലേ വേണ്ടത്? കാര്യം ശരി തന്നെയാണ്.
പക്ഷേ ദിസാനത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെയും അടിമകളുടെയും ഇടയിൽ നടക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മുടെ ബാധ്യത റസൂലാണ് എന്നുള്ള നിലക്ക് തങ്ങളുടെ അമ്രിനും നെഹിക്കും അഥവാ കൽപ്പനക്കും വിരോധത്തിനും വിധേയരായിക്കൊണ്ട് ജീവിക്കലാണ്. ആ അർത്ഥം അവിടെ കിട്ടൂല, ഹബീബ് എന്ന് പറഞ്ഞതിൽ കിട്ടൂല. ഹബീബ് എന്നുള്ളത് അള്ളാഹുവിൻ്റെയും നബിയുടെ സിറാണ്, അത് പിന്നീട് അറിഞ്ഞുകൊള്ളും. അപ്പൊ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ എന്തായി? അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ. അവിടെയാണ് സഹാത്തിൽ മഹദി. എന്നിട്ട് പറഞ്ഞു വലാ ഫഖ്റ, ലാ ഫഖ്റ എന്ന് തങ്ങൾ പല സ്ഥലത്തും പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിനേക്കാൾ വലിയ ഒരു ഫഖ്ർ പറയാനില്ല എന്നായിരിക്കാം ഒരർത്ഥം. അല്ലെങ്കിൽ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ആ നിഅമത്ത് തണ്ടി പറയുമ്പോൾ ഞാൻ വളരെ അഭിമാനം നടിച്ചുകൊണ്ട് പൊങ്ങച്ചം നടിച്ചുകൊണ്ട് പറയുന്നതല്ല. അള്ളാഹു തങ്ങൾക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾ അത് അംഗീകരിക്കണം, വിശ്വസിക്കണം എന്ന ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പൊ ഇത് പൊങ്ങച്ചമായി പറയുന്നതല്ല എന്നും അതിനർത്ഥമുണ്ട്. 2 വാന ഹാമിലു ലിവാഇൽ ഹംദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ലിവാഉൽ ഹംദിന്റെ വാഹകൻ ഞാനാണ്. ഹംദ് എന്ന വാക്കുമായിട്ട് തങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അതാണ് ഹംദിൽ നിന്ന് എത്ര ഇസ്മു തങ്ങൾക്ക് നൽകി? ഹാമിദ്, മഹമൂദ്, മുഹമ്മദ്, അഹമ്മദ് എല്ലാം ഹംദ് ഹാ മീം ദാൽ എന്ന മാതയിൽ നിന്നാണ് പിടിക്കുന്നത്, അല്ലേ? എന്തൊക്കെ? ഹാമിദ്, അഹമ്മദ്, മഹമൂദ്, മുഹമ്മദ്. അപ്പോൾ സുലൂഖ് എന്ന് പറഞ്ഞാൽ അബിദിന്റെ വക്കൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ട് നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് എന്താ പറയും? സുലൂഖ് എന്ന് പറയും. അള്ളാഹുവിനെ കൊള്ളെ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് അബിദിന് നൽകപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് എന്താ പറയും? ജദ്ബ് എന്ന് പറയും. ജദ്ബ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നതിന് ഭാഷാർത്ഥത്തിൽ പോലും അർത്ഥമില്ല, അല്ലേ? ഇവിടെ നോക്ക്, തങ്ങളുടെ 4 പേരെടുത്ത് നോക്കിയാൽ ഹാമിദ്, അഹമ്മദ്. ഹാമിദ് അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ, അഹമ്മദ് ഏറ്റവും അധികം സ്തുതിക്കുന്നവർ, അല്ലേ? അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുക മാത്രമല്ല പരമാവധി ഏറ്റവും അധികം സ്തുതിക്കുന്നവരായി ഇങ്ങനെ അങ്ങോട്ട്. അപ്പോൾ അള്ളാഹു തആല എന്താക്കിയെന്നറിയോ? മഹമൂദ്, സ്തുതിക്കപ്പെടുന്നവരാക്കി. അങ്ങനെ ഇങ്ങോട്ട് ജദ്ബി. അതിന്റെ അപ്പുറം മുബാലക കൂട്ടിയിട്ട് മുഹമ്മദീനതാക്കി എന്ന് പറഞ്ഞാലോ എല്ലാവരാലും എല്ലാ വിധേനയും ഏറ്റവും അധികം സ്തുതിക്കപ്പെടാൻ അർഹതപ്പെട്ടവർ എന്ന അർത്ഥത്തിലേക്ക്. അപ്പൊ 2 പേര് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു, അങ്ങനെ 2 പേര്. അപ്പൊ ഹംദുണ്ട്. തങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പദവിയിൽ എടുത്തു നോക്കിയ അസാ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, മഖാമുൻ മഹ്മൂദ് എന്ന ആ ശഫാഅത്തുൽ ഉളുമാന്റെ പദവി തങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. മഖാമുൻ മഹ്മൂദ് അതല്ലേ? ആ മഖാമുൻ മഹ്മൂദിന്റെ പദവി നൽകപ്പെടുന്ന അന്ന് അല്ലാഹു തആലാക്ക് ഒരു സുജൂദ് നൽകും. ആ സുജൂദിൽ അല്ലാഹു തആലാന്റെ ചില ഹംദ് ഞാൻ പറയും. അത് ലോകത്ത് ഇതുവരെയും ഒരാൾക്കും അതെന്താണെന്ന് തുറന്നു കൊടുത്തിട്ടില്ല. എന്തായിരിക്കും ആ ഹംദിന്റെ വാചകങ്ങൾ? ഇന്ന് ഹംദ് പറയാനുള്ളത് സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലകൽ ഹംദു ഹത്താ തറല്ലാ എന്ന പരമാവധി വാക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അന്ന് പ്രത്യേകമായി തുറന്നു കൊടുക്കുന്ന ഹംദ് എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിച്ചാൽ കിട്ടൂല, അല്ലേ? അവിടെയും ഹംദാണ്. ആ ഹംദ് ചെല്ലുമ്പോഴാണ് തങ്ങൾ ചോദിച്ചോ നൽകപ്പെടും, തങ്ങൾ ശഫാഅത്ത് തേടിക്കോ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും എന്ന് പറയുന്നത്. എന്നിട്ട് ജനങ്ങൾക്ക് മുഴുവന് ശഫാഅത്തുൽ ഉളുമാന്റെ പദവിക്ക് മഖാമുൻ മഹ്മൂദ് കണ്ടില്ലേ? ഖുർആനുൽ അദീമിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാങ്കിന്റെ നേരത്തും ദ്വാരക്ഷയും മഖാമുൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു, നീ തങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത മഖാമുൻ മഹ്മൂദ് തങ്ങൾക്ക് നീ നൽകണമേ. എന്നാലേ നമുക്ക് കാര്യം. അത് നൽകുക തന്നെ ചെയ്യും. നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും നൽകും, വാഗ്ദാനം ചെയ്തു. പക്ഷെ നമുക്ക് അതിൽ പങ്ക് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ശഫാഅത്ത് വേണമേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം, അല്ലേ? ഇനി നോക്ക്, തങ്ങൾ വഹിക്കുന്ന കൊടിന്റെ പേരെന്താണ്? ലിവാഉൽ ഹംദ്. അപ്പൊ ഹംദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. തങ്ങളുടെ ഉമ്മത്തിന് തൗറാത്തിൽ പേര് പറയപ്പെട്ടത് ഹമ്മാദൂന, ഏറ്റവും അധികം സ്തുതിക്കുന്ന വിഭാഗം എന്നാണ് അസ്ഹാബിമാരെ കുറിച്ച് തൗറാത്തിൽ അല്ലാഹു തആല വർണ്ണിച്ചതിന്റെ വാചകങ്ങൾ കാണാൻ കഴിയും. പക്ഷേ
അപ്പോൾ ഹാമിലു ലിവാഇൽ ഹംദ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ലിവാഉൽ ഹംദ്, അത് കൊടിയുടെ പേരാണ്, അത് എൻ്റെ വാഹകൻ ഞാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 3 തഹത്തഹു ആദമു ഫമൻ ദൂനഹു, ആ കൊടിന്റെ കീഴിൽ അണിനിരന്നവരാണ് എൻ്റെ വലിയപ്പാപ്പ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലേ? മറ്റുള്ള പ്രവാചകന്മാരും മറ്റുള്ള ഔലിയാക്കളും എല്ലാവരും ആ കൊടിന്റെ കീഴിൽ അണിനിരന്നവരാണ്. അപ്പൊ മുമ്പന്തിലാരി ഇവിടെ പറയുന്നു വല ഫഖ്റ, ഇവിടെയും ഞാൻ എൻ്റെ പൊങ്ങച്ചം പറഞ്ഞ് ഇവിടെ വാഴ്ത്തുകയല്ല, അള്ളാഹുവിന്റെ നിഅമത്ത് പറയുകയാണ്. അല്ലെങ്കിൽ ഇതിനേക്കാണ് വലിയ പദവി അള്ളാഹു തആല മറ്റൊരാൾക്ക് എന്താണ് കൊടുക്കാനുള്ളത്? ഇനി 4 അല്ലേ, 22 അലാ വഅന ഹബീബുല്ലാഹ് വലാ ഫഖ്റ വഅന ഹാമിലു ലിവാഇൽ ഹംദി യൗമൽ ഖിയാമ തഹ്തഹു ആദമു ഫമൻ ദൂനഹു വലാ ഫഖ്റ തുടങ്ങിയിട്ട് വഅന അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഇൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ദിവസത്തിൽ ആദ്യമായി ശഫാഅത്തിന് ഒരുങ്ങുന്ന വ്യക്തി ഞാനാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തെ ആൾ ഞാനാകുന്നു. അതിനുശേഷം മറ്റുള്ള പലർക്കും ശഫാഅത്തുകളുണ്ട്. അമ്പിയാക്കൾക്കുണ്ട്, ഔലിയാക്കൾക്കുണ്ട്, മാതാപിതാക്കന്മാർക്കുണ്ട്, മാതാപിതാക്കന്മാർക്ക് വേണ്ടി മക്കൾക്കുണ്ട്. അങ്ങനെ പല ഗ്രേഡുകളും ശഫാഅത്തിനുണ്ട്. നമ്പർ 1 ശഫാഅത്തായിരിക്കും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഫഖ്റ. അവിടെയും പറയുന്നു വഅന അവ്വലു മൻ യുഹദ്ദിഖു ഹലഖൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി ചലിപ്പിക്കുന്നവർ ഞാനാകുന്നു. അപ്പൊ ഫയഫ്തഹുല്ലാഹു ലീ, അപ്പോഴാണ് എനിക്ക് വേണ്ടി തുറന്നു തരുന്നു. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വമഈ ഫഖറാഉൽ മുഅ്മിനീൻ, മുഅ്മിനീകളിൽപ്പെട്ട ഫഖറാക്കൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത്, തുറക്കപ്പെടുന്നത് തങ്ങൾക്ക് വേണ്ടിയാകുന്നു. വലാ ഫഖ്റ വഅന അക്റമുൽ അവ്വലീന വൽ ആഖിരീന അലല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ, അല്ലാഹു മുമ്പ് സൃഷ്ടിച്ചവരാവട്ടെ ഇനി ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്നവരാവട്ടെ, എല്ലാവരേക്കാളും ഏറ്റവും അധികം സ്ഥാനവും ഏറ്റവും അധികം ബഹുമാനവും ഉടയവർ ഞാനാകുന്നു. വലാ ഫഖ്റ, ഇതും ഫഖറിന് വേണ്ടി പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഇതിനാക്കാണ് വലിയൊരു ഫഖർ ഒരാൾക്ക് കൊടുക്കാനില്ല എന്ന് പറഞ്ഞു. 2 മാന പറഞ്ഞിട്ടുണ്ട് അതിന്റെ സാരിഹ്യങ്ങൾ. ഇവിടെ പറഞ്ഞു വന്നെന്താണ്? അള്ളാഹു തങ്ങൾക്ക് നൽകിയ പ്രത്യേക പദവി ഹബീബുല്ലാഹ് എന്നതാണ്. ഇനി അതിനേക്കാണ് വലിയൊരു പദവി നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എല്ലാ കമാലാത്തിന്റെയും ഒരൊറ്റ വാക്ക് എന്തായി? അതിൽ ഹബീബ് എന്ന വാക്കിൽ അടങ്ങി. ഹുവല്ലദീ തമ്മ മഅനാഹു വസൂറത്തുഹു ثم اصطفاه حبيبا بارئ النسمي. ഇമാം ബുസരി പറഞ്ഞത് തമ്മ മഅനാഹു വസൂറത്തുഹു, മഅനേതാണ്? അകത്തുള്ള കമാലാത്തുകൾ, സൂറത്തിലെ ലാഹിറായ ഭംഗി, അതിന്റെ ജമാലിയത്ത് എല്ലാം അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുത്തു. എന്നിട്ടോ സുമ്മസ്തഫാഹു ഹബീബൻ ബാരിഉൻ നസമി, എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായി തങ്ങളെ തെരഞ്ഞെടുത്തിട്ടും ഉണ്ട്. അപ്പോൾ ഹബീബാവുക എന്നതാണ് കമാലാത്തിന്റെ ഏറ്റവും വലിയ കമാലാത്ത്, അല്ലേ? ഇനി നോക്കൂ, ദാഹിറായ കമാലാത്ത്, ദാഹിറായ ഒരു സ്ഥാനാരോഹണം ബാത്തിനിയായ ആ കമാലാത്തിന്റെ മേൽ അറിയിക്കുക. നോക്ക്, നമ്മൾ ആദരിക്കപ്പെടുന്ന ഒരാളെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചാൽ പായിലിരിക്കാൻ അനുവദിക്കുമോ, ബെഞ്ചിലിരിക്കാൻ അനുവദിക്കുമോ, അല്ലെ സ്റ്റേജിൽ ഉന്നതമായ ഒരു കസേല വെച്ചിട്ടിരിക്കാൻ അനുവദിക്കുമോ? എന്താണത്? അദ്ദേഹത്തിന്റെ മഅന അഥവാ ബാത്തിനിയായ സ്ഥാനമാനങ്ങൾക്കുള്ള ബാഹിറായ ബാഹ്യമായ ഒരു പ്രത്യേക പ്രകടനമാണ് ആ വലിയ സ്ഥാനത്ത് ഇരുത്തുക എന്നുള്ളത്. ഇവിടെ നോക്കൂ, എല്ലാ അമ്പിയാക്കളെക്കാളും എല്ലാ മുർസലീങ്ങളെക്കാളും അല്ലാഹു തആല ഉന്നതമായ പദവി നൽകി എന്നത് അവിടുത്തെ മഅനയാണ്. അതിന്റെ പ്രകടനമായിക്കൊണ്ട് ലാഹിറായിക്കൊണ്ട് തന്നെ എന്താക്കി, മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടുന്ന് അർശിന്റെ അങ്ങേയറ്റം വരെയും അല്ലാഹു തആല ഉയർത്തിക്കൊണ്ടുപോയി ലാഹിറായിക്കൊണ്ടിട്ടു. അപ്പം ഉള്ളിലുള്ള സ്ഥാനമാനങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ട് ബാഹ്യമായ ഒരു നില കൊടുത്തതാണ് ഇസ്രാ മിഅ്റാജിന്റെ പ്രകടനം എന്ന് പറഞ്ഞു, അല്ലേ? അംബിയാ മുർസലീങ്ങൾക്കെല്ലാം തങ്ങൾ സയ്യിദാണ് എന്നുള്ളതിനെ തങ്ങളെന്താക്കി, ഫീഹിം ഇമാമൻ ഖദ്ദമൂഹു മുശറഫ സ്വല്ലാ ബികുല്ലിൻ എന്താ ഖൽഫഹു മഅ്മൂമാ. മർക്കാദ് പറഞ്ഞില്ലേ,
إذ جاء إلى كل السماء تصففا رسل وأملاكم وراء المصطفى. ആകാശാരോഹണങ്ങൾ നടത്തുന്ന അവസരത്തിൽ മുൻകഴിഞ്ഞ അംബിയ മുർസലീങ്ങൾ മുഴുവനും അവിടെ തങ്ങൾ എതിരേൽക്കുന്നതിന് വേണ്ടി ആഗതരായിട്ടുണ്ട്, സഫ് കെട്ടി നിൽക്കുകയാണ്. തസഫഫ റസൂലുൻ വഅംലാകുൻ, മലായികത്തും ആ കൂട്ടത്തിലുണ്ട്. വറാഅൽ മുസ്തഫ ഫീഹിം ഇമാമൻ ഖദ്ദമൂഹു മുശറഫാ, അതാ ഷർഫാക്കപ്പെട്ടവരായി ആദരിക്കപ്പെടുന്നവരായി അവർക്ക് തങ്ങൾ ഇമാമത്ത് വഹിച്ചു. സല്ലാ ബികുല്ലിൻ ഖൽഫഹു മഗ്മൂമ, എല്ലാവരെയും മൗമൂമികളാക്കി കൊണ്ടിട്ട് എന്താക്കി താങ്കൾ ഇമാമായി നിസ്കരിച്ചു. ഇതെന്താണ്? അവർ തശ്രീഫിന്റെ ഒരു മഹത്വമാണ്. നമ്മളെ നോക്ക്, വലിയൊരു പണ്ഡിതനെ നമ്മൾ പരിപാടിക്ക് ക്ഷണിച്ചാൽ പള്ളി ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ഏതെങ്കിലും കുട്ടികളെല്ലാം കയറി നിൽക്കുക, മൂപ്പർ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് മൂപ്പറ മുമ്പിൽ നിർത്തും, ബാക്കിയെല്ലാം അവർ പിന്നിൽ അണി നിൽക്കും. അപ്പോൾ അവർക്ക് അംഗീകരിച്ചു കൊടുക്കപ്പെടുന്ന സ്ഥാനമാനങ്ങളുടെ ബാഹ്യമായ ഒരു പ്രകടനമാണ് ഈ കാണുന്നത്. ഇത് തങ്ങളുടെ ഹബീബ് എന്ന പദവിയുടെ ഒരു ഭാഗം മാത്രമാണ് ഇവ പറഞ്ഞു വന്നത്. ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ടാണ് എന്താക്കുന്നത്, മഹാന്മാര് തങ്ങളുടെ മദ്ഹിന്റെ എന്താണ് മൗലിദുകൾ ഉണ്ടാക്കുന്നു, ബൈത്തുകൾ ഉണ്ടാക്കുന്നു, അങ്ങനെ പല പല ഇതും ഋഗദ്യങ്ങളായും പദ്യങ്ങളായും ഉണ്ടാക്കുന്നു. അപ്പം മൗലിദിന്റെ ക്രോഡീകരണം, മൗലിദ് എന്ന് പറഞ്ഞാൽ ഭാഷാതത്തിൽ പറഞ്ഞാൽ ജനിച്ച സമയം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ജനനം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ തങ്ങളുടെ ജനനവുമായി അല്ലെങ്കിൽ ജനിച്ച സ്ഥലവുമായി ജനിച്ച സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ മദ്ഹ് ആലാപനം എന്നാണ് മൗലിദ് എന്നതിന് പേര് വരാനുള്ള കാരണം. എപ്പോഴെന്ന് പറഞ്ഞാലും സംഗതി അത് തന്നെ. ഇതിന്റെ മാദ്ദ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ അടിസ്ഥാന തത്വം അത് പല സൂറത്തിലും വരും. മാദ്ദ സൂറത്ത് എന്ന് പറഞ്ഞിട്ട് ഓഹരി വെച്ച പ്രശ്നം തീർന്നു. എന്താ മാദ്ദ, എന്താ സൂറത്ത്? ഈ ബാക്കി പറഞ്ഞ ചിലർക്ക് തിരിയില്ല. അവൻ പറയുന്നത്, നിങ്ങൾ 4 ആൾ, ഞാനൊന്നും 5 ആള് ഒരു കടയിൽ പോയിട്ട് 1 കിലോ അരി വാങ്ങി അല്ലേ, ഞാൻ ചെയ്തത് അതിനെ പുട്ടാക്കി പൊടിച്ചിട്ട് പുട്ട് ചുട്ടു. സഅദി എന്ത് ചെയ്തു, അതിനെ പത്തലാക്കി. നജീബ് എന്ത് ചെയ്തു, അതിനെ വെറുംചോറാക്കി. മറ്റോറ് കഞ്ഞിയാക്കി, മറ്റോറ് പായസം വെച്ചു അല്ലേ. എല്ലാത്തിലും ഉള്ളിലെ മാദ്ദ എന്താണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ആ കിലോ അരി തന്നെയാണ്. പക്ഷെ സൂറത്ത് എന്തായി, ഒന്ന് കഞ്ഞി, ഒന്ന് പത്തല്, ഒന്ന് പുട്ട്, ഒന്ന് ചോറ്, ഇങ്ങനെ വിവിധങ്ങളായ സൂറത്തുകളായി. അപ്പോൾ മാദ്ദ ഏതാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇതുപോലത്തെ ധാരാളം ഹദീസുകളാണ് തങ്ങളെ മൗലിദിന്റെ മാദ്ദ. അത് ചിലപ്പോൾ മങ്കൂസ് മൗലിദായി ഒരു സൂറത്തിൽ വരും, ഷറഫലനാമായിട്ട് വരും, ഒരിഫബിൽ ജൂദായിട്ട് വരും, സുബ്ഹാന മൗലിദായിട്ട് വരും, ബർദഞ്ചി മൗലിദായിട്ട് വരും. അങ്ങനെ പോകുന്ന നൂറക്കണക്കിന് സൂറത്തുകൾ. ഇതിന്റെ എല്ലാം ഉള്ളടക്കം എന്താണ്? തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ കമാലാത്ത് വർണ്ണിക്കുക. അത് വിവിധ ശൈലി അല്ലേ. പുട്ട് ഉപയോഗിക്കുന്ന അവസരത്തിൽ അതിനെന്തെങ്കിലും ചേരുവ ചേർക്കല് ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ പഴവും പഞ്ചസാരയും പിന്നെ നെയ്യൊക്കെ ചേർക്കും. വെറുംചോറ് കഴിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ചാറോ മറ്റെന്തൊക്കെ ചേർക്കുക. എന്നതുപോലെ പല എശലിലായിട്ടും പല രൂപങ്ങളിലായിട്ടും എന്താകും, തങ്ങളുടെ കമാലാത്ത് വർണ്ണിക്കും. അപ്പം മൗലിദ് എന്നുള്ളത് അടിസ്ഥാനരഹിതമായ ഒന്നല്ല, അതിന്റെ മാദ്ദ നേരത്തെ ഉണ്ട് എന്നിവിടെ മനസ്സിലാക്കി. അപ്പൊ അസ്ഹാബിമാർ ചൊല്ലിയ ആ ഉപയോഗിച്ച ശൈലി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. തങ്ങൾക്ക് പറയാത്ത വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ മൗലിദിന്റെ സദസ്സിൽ, മൗലിദ് പേരില്ല, മൗലിദിന്റെ സദസ്സിൽ തങ്ങൾ പങ്കെടുത്തു എന്നർത്ഥം. അഥവാ മദ്ഹിന്റെ മാദ്ദയിൽ പങ്കെടുത്തു. ഇത് മാത്രം. അപ്പം വിദ്യാർത്ഥി എന്ന് പറഞ്ഞിട്ട് തള്ളാവുന്നതല്ല. അങ്ങനെയാണ് സഹാബത്തിന്റെ ഇരുത്തവും തള്ളേണ്ടതല്ല. കാരണം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നീ ഇരിക്കണമെന്ന് നിങ്ങളെല്ലാം. എന്നിട്ട് ആദം അലൈഹിസ്സലാമിനെ പറ്റിയും മൂസ അലൈഹിസ്സലാമിനെ പറ്റിയും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റിയും ഇന്ന സ്ഥാനപ്പേര് കൊണ്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവർ സ്വയം തെരഞ്ഞെടുത്തുകൊണ്ട് സംഘടിപ്പിച്ചതാണ്. തങ്ങൾ ദൂരത്ത് നിന്ന് പറഞ്ഞ വാക്ക് മുഴുവനും ശ്രദ്ധിക്കുകയും സദസ്സിൽ പങ്കെടുക്കുകയും അള്ളാന്റെ ഹബീബിനെ പറ്റി പറയാനുള്ളത് തങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ തങ്ങൾ അംഗീകാരം മുഴുവനും കിട്ടിയില്ലേ? അപ്പൊ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ മൗലിദുകള് വിദ്അത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാവുന്നതല്ല എന്ന് മനസ്സിലാക്കി തൽക്കാലം അല്ലേ. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഷാഹിദ് അഥവാ നമ്മുടെ നാദിം അത് ആരാണ്? ഒന്നും കൂടെ ഒന്നൊന്ന് പരിചയപ്പെടുത്തിയാൽ, വിത്തിരിയ ബൈത്തിന്റെ മുസന്നിഫ് റളിയല്ലാഹു അൻഹു അല്ലേ.
മഹാനെ പറ്റിയിട്ട് പൂർണ്ണമായ ചരിത്രം നമുക്ക് വെളിവായി കിട്ടിയിട്ടില്ല. എന്നാലും മശായിഖന്മാരുടെ കുറിപ്പാത്തിൽ നിന്നും അവർ പറഞ്ഞ വാക്കിലൂടെയും കേൾക്കുന്ന കാര്യങ്ങൾ പറയാൻ, ബഹുമാനപ്പെട്ടവരുടെ പേരെന്താണ്? മുഹമ്മദ് ബിൻ അബീബക്കർ എന്നാണ്. മുഹമ്മദ് ബിൻ അബീബക്കർ റഷീദ്, അവരുടെ വാപ്പ റഷീദ്. രാജ്യം ബഗ്ദാദിലാണ്. മദ്ഹബ് ഷാഫിഈ മദ്ഹബിലെ അത്യുന്നതരായ ലോകപ്രസിദ്ധരായ ഒരു പണ്ഡിതനായിരുന്നു. ദീനിയായ ഇൽമിൽ ഒരു ഇമാമാണ്. മാത്രമല്ല റസൂൽ വലിയ വാഇദായിരുന്നു. ആ വഅദ് കൊണ്ട് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. എത്രയോ ആളുകൾക്ക് സംശയ നിവാരണം വന്നുകൊണ്ട് അവർ വലിയ ആലിമീങ്ങളായി മാറി. എത്രയോ ആളുകൾ അവർ ഗഫലത്തിൽ നിന്നും യഖലത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അസർ ചെയ്യുന്ന ഫലവത്തായ ഒരു വായിദായിരുന്നു അത്. ബഹുമാനപ്പെട്ട ബിത്തിനിയുടെ മുസന്നിഫായ നാദിം അവറുകൾ മുഹമ്മദ് ബിനു അബീബക്കർ ഇബ്നു റഷീദ് അൽ ബഗ്ദാദി, ഷാഫിഈ മദ്ഹബ്. ഏത് കാലത്ത് ജനിച്ചു എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ടവർക്ക് ഓമന പേരുണ്ട്, അബൂ അബ്ദില്ലാഹ് എന്നാണ് ഓമന പേര്. സ്ഥാനപ്പേരുണ്ടല്ലോ, അത് എന്ന് പറഞ്ഞില്ല, 3 തരത്തിലുണ്ട്. അതെ, ഒന്ന് ഇസ്മ മുഹമ്മദ് അല്ലെ, കുഞ്ഞത്ത് അബൂ അബ്ദില്ല, ലഖബ് മജ്ദുദ്ദീൻ എന്നാണ്. മജ്ദുദ്ദീൻ എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത്. ജനനം ബഗ്ദാദിലാണ്. കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഏതായാലും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ഹസനി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സുൽത്താനുൽ ഹിന്ദ് മഹാനവറുകളുടെ സമകാലികരായ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് എന്ന് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഹിജ്റ 537 ആര് ജനിക്കുന്നത്? ഖാജ റളിയല്ലാഹു അൻഹു ഹസൻ സിജിസ്ഥാനിൽ. അതുകൊണ്ട് സിജിസി എന്ന് പറയുന്നത്, സെഞ്ചുറി എന്ന് പറയുന്നത് അച്ചടിപ്പഴവാകുന്നു എന്നാണ് മഹാന്മാരെ അയിമത്ത് രേഖപ്പെടുത്തിയത്. സിജിസ്ഥാനിലേക്ക് ചേർത്ത സിജിസി എന്ന് പറയണമെന്ന്. ഇസ്ഫഹാനിൽ സിജിസ്ഥാൻ, അവിടെയാണ് ഹിജ്റ 537. അഥവാ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലം ബഹുമാനപ്പെട്ടവർക്ക് 67 വയസ്സ് പ്രായമുള്ള കാലമാണ്. ഖാജ റളിയല്ലാഹു അൻഹു സിജിസ്ഥാനിൽ ജനിക്കുന്നു, ലോകത്തിന്റെ കുത്തുബായി. അങ്ങനെ കാലക്രമേണ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് വന്നു. ടോട്ടൽ 96 കൊല്ലമാണ് മൂപ്പർ ദീർഘായുസ്. അപ്പം 537 പ്ലസ് 96 വയസ്സ് കൂട്ടിയാൽ 633 ബഹുമാനപ്പെട്ടവർ അജ്മീർ വഫാത്തായി കിടക്കുന്നു. 633. ഇമാം നബവി റളിയല്ലാഹു അൻഹു ജനിക്കുന്നതിന്റെ 3 വർഷം മുമ്പ് ഇമാം നബവി റളിയല്ലാഹു അൻഹു 630 ജനനം. അപ്പോൾ നമ്മളെ നാദിം ബഗ്ദാദി നാദിമുണ്ടല്ലോ, മൂപ്പർ 622 ബഗ്ദാദിൽ വഫാത്താകുന്നത്. അപ്പോൾ താരീഖ് കൂട്ടിയാൽ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ 11 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട ബഗ്ദാദിൽ വഫാത്തായി നടന്നു. നമ്മുടെ മുസന്നിഫ് 622 33 ആര് വഫാത്താകുന്നു? ഖാജ തന്നെ. അപ്പൊ 11 കൊല്ലം മുമ്പ് ബഗ്ദാദിൽ വഫാത്തായി. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു പ്രത്യേകമായ പദവിയാണ് മുഹിബ്ബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ആഴത്തിൽ പഠിക്കുകയും തങ്ങളെ അങ്ങേയറ്റം മഹബത്ത് വെക്കുകയും, മഹബത്തിന്റെ നാം കഴിഞ്ഞ 1ാമത്തെ ക്ലാസ്സിൽ എണ്ണിയ എല്ലാ പടികളും വിട്ട് കടന്നുകൊണ്ടിട്ട് എത്ര വരെ തങ്ങളുടെയും അവരുടെയും ഇടയിലുള്ള ഹിജാബുകൾ മുഴുവനും തീർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജഖലത്തിലും മനാമിലും എല്ലാം ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ കാണാൻ സൗഭാഗ്യം നൽകപ്പെട്ട ഒരു മഹാ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ടവർ. അവർക്ക് ധാരാളം കസീദകളുണ്ട്, എന്നാലും ഇത് പ്രസിദ്ധമായൊരു കസീദയാണ്. ഇനി ഇതിന്റെ ക്രോഡീകരണത്തിനെ സംബന്ധിച്ചൊന്ന് പറയാം. ബൈത്തിനെ പറ്റി 2 വാക്ക് അന്ന് പരിചയപ്പെടാൻ നല്ലതാണല്ലോ. ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഉണ്ടാക്കിയത് ഹിജായി അക്ഷരം 29, സാധാരണ 28 എന്നിട്ടോ മദ്ദിയായ അലിഫ് വാവ് യാ എല്ലാം കൂടെ ഒന്നാക്കി കൂട്ടിയിട്ട് എന്താക്കും? മദ്ദിന്റെ എല്ലാത്തിന്റെ അർത്ഥം ഒന്നായിട്ട് കൂട്ടിയിട്ട് ഒരക്ഷരമായ 29 എന്നാണ് ഖുറായികൾ എണ്ണാറുള്ളത് അല്ലേ? പക്ഷെ മദ്ദിയായ അലിഫ് വാവ് യാ കൊണ്ട് എന്താക്കാൻ കഴിയൂല, ഒരക്ഷരം തുടങ്ങാൻ കഴിയൂല. അത് തുടക്കത്തിൽ വരൂലല്ലോ. അലിഫ് കൊണ്ട് തുടങ്ങാൻ കഴിയില്ല, മദ്ദിയായ വാവ് കൊണ്ട് തുടങ്ങാൻ കഴിയില്ല. അത് നീട്ടപ്പെടുന്നതിനോട് താപിയായിട്ടാണ് വരിക അല്ലേ? ആ 3 ഒഴിവാക്കിയാൽ ബാക്കി 28 എത്രയുണ്ട്?
വ്യഞ്ജനങ്ങളുണ്ട് അക്ഷരം. വവ്വൽസ് 3 കൺസോണന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 28 അടിസ്ഥാന അക്ഷരം, മധ്യ 3 എണ്ണം, അതെല്ലാം കൂടി 1. അപ്പോൾ 20 അക്ഷരത്തിന് പുറമെ ലാം അലിഫ് എന്നുള്ള ഇങ്ങനത്തെ ഒരു പ്രത്യേക രീതി ഉണ്ടല്ലോ എന്ന്, അത് പ്രത്യേക അക്ഷരമായി മൂപ്പർ കണക്കിലെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 29 മധ്യ അക്ഷരം കൂടെ കൂട്ടിയിട്ടില്ല. അപ്പൊ 28 പ്ലസ് ലാം അലിഫ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന അത് രണ്ടും ലാമും അത് ഒന്നാണോ എന്ന നീണ്ട ചർച്ച ഖുറാനികളുടെ ഇടയിലുണ്ട്. അതൊന്നും ഇപ്പം പറയേണ്ട ആവശ്യമില്ല. ഏതായാലും അതിന് പ്രത്യേക ഒരു ശക്തി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുമ്പോ ഇങ്ങനെ ഒരു പ്രത്യേക ശക്തി ഉണ്ടല്ലോ. അതിലെ ലാമിന്റെ അക്ഷരം എവിടെയാണ്, അലിഫിന്റെ അക്ഷരം എവിടെയാണ്, ഈ അറ്റമാണോ ഈ അറ്റമാണോ എന്നൊക്കെ വലിയ ചർച്ച ഉണ്ട്. ഇങ്ങനെ 2 തർക്കമാണല്ലോ. ലാമിന്റെ തുടക്കം ഇതാണോ അല്ല അലിഫിന്റെ തുടക്കം മറ്റേത് അലിഫിന്റെ തുടക്കമാണോ? ലാം അലിഫ് 2 ഉറക്കമല്ലേ? ഏതായാലും ഇരിക്കട്ടെ, ആ ലാം അലിഫ് അടക്കം 29 അക്ഷരം. 29 അക്ഷരത്തിന് ആദ്യമായി ബഹുമാനപ്പെട്ടവർ 21 വരി പ്രകാരം ആ അക്ഷരം കൊണ്ട് തുടങ്ങുകയും ആ അക്ഷരം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന 21 വരികളാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ 21 ഗുണിക്കണം 29 എത്രയാകും? കണക്കൂട്ടി വെക്ക്. 609 ഉണ്ടോ? 609 അല്ലേ? പിന്നീട് മീമിന് ഒരു സിയാദത്ത് കൊടുത്തു. എന്താ മീമ്? മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധമായ പേരല്ലേ മുഹമ്മദ്, അതിലെല്ലാം അടങ്ങി. എല്ലാവരാലും എല്ലാവിധേനയും എപ്പോഴും ഏറ്റവും അധികം സ്തുതിക്കപ്പെടാൻ അർഹതയുള്ളവർ എന്ന അർത്ഥം വരുന്ന ആ മുഹമ്മദ്, അത് ഇസ്മുൽ അഅ്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല വിട്ട പേരാണത്, അതല്ലേ? ഗർഭം ചുമക്കുന്ന അവസരത്തിൽ ആമിന ബീബിയോട് 9 മാസത്തിലും മുഹമ്മദ എന്ന മലായികത്തുകൾ വന്നിട്ട് പറയും. മുൻകഴിഞ്ഞ അംബിയാ മുർസലീങ്ങൾ മനാമിൽ കൂടി അറിയും, ആമിന ഏറ്റവും വലിയ സയ്യിദിനെയാണ് നീ ഗർഭിണിയായിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാം സുമ്മിയ ബിഹി നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽഹാമിൻ മിനല്ലാഹി ലിജദ്ദിഹി അബ്ദുൽ മുത്തലിബ് ഖാബിലു. തങ്ങൾ ജനിക്കുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പാക്ക് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ വക്കൽ നിന്നുള്ള ഇൽഹാം മുഖേന കിട്ടിയ പേരാണ്. ആ മുഹമ്മദ് എന്ന പേരിന്റെ മീമിന് ഒരു പ്രത്യേകത കൽപ്പിച്ചു, ഹിജായി അക്ഷരങ്ങളെ കൂട്ടത്തിൽ നിന്ന്. ഇസ്മുൽ അഅ്ളമിന്റെ അബ്രിവിയേഷൻ ആണ് അല്ലേ? ഷോർട്ടക്ഷരല്ലേ തുടക്കം. അതിന് ഒരു വരിയും കൂടെ കൂട്ടിയിട്ട് എന്താക്കിയെന്നറിയോ? അത് 22 തികച്ചു. അപ്പൊ എത്രയായി? ടോട്ടൽ 610. അപ്പൊ അസിൽ ബൈത്ത് 610. ഹിജറയുടെ 10-ാം നൂറ്റാണ്ട് കാലത്ത് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹു വരുന്നു. സദഖത്തുല്ലാഹിൽ കാഹിരി എവിടെയുണ്ട്? ഏർവാടിക്കടുത്ത കീഴക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. വലിയ പണ്ഡിതനും വലിയ സൂഫിയും വലിയ ശൈഖും എല്ലാമായ മുഫസ്സിറും എല്ലാമാണ്. ശരിക്കും പറഞ്ഞാൽ അറബിയല്ല, തമിഴ്നാട്ടിലാണ്. കീഴക്കരയിൽ പോയാൽ ഈ കരിങ്കല്ല് കൊണ്ടുണ്ട ആകർഷണീയമായ ഒരു പള്ളി കാണും, അടുത്ത വലിയ ജമാഅത്ത് പള്ളി. കരിങ്കല്ലല്ലാത്ത മറ്റൊരു സാധനം, നെട്ടോ ബോൾട്ടോ സ്ക്രൂവോ ആണി ഒന്നും അവിടെ കാണാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഫിറ്റിംഗ് ആണ്. അതിൻ്റെ വടക്ക് ഭാഗത്ത് ബലഭാഗത്ത് ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നു. 10-ാം നൂറ്റാണ്ടിലാണ്. യഥാർത്ഥത്തിൽ ഫതുഹുൽ മുഈനിന്റെ മുസന്നിഫ് അഹമ്മദ് സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്താണ് ബഹുമാനപ്പെട്ടവരെന്നാണ് ചരിത്രത്തിൽ അറിയുന്നത്. ധാരാളം തസാനീഫിന്റെ ഉടമയാണ്. നാം ചൊല്ലി വരുന്ന കുതുബിയത്തിന്റെ അൽഹംദുലില്ലാഹി ഹംദൻ ദായിമൻ അബദ എന്ന് തുടങ്ങുന്ന കുതുബിയത്തിന്റെ ബൈത്തിന്റെ ആള് മൂപ്പറാണ്. അതുപോലെ തന്നെ ബുർദ ബൈത്തിന് തഖ്മീസ് എഴുതിയിട്ടുണ്ട്. ഇമാം ബുസരി തങ്ങളുടെ ബുർദ ബൈത്തിന്. ബാനത്ത് സുആദക്ക് തഖ്മീസ് എഴുതിയിട്ടുണ്ട്. ഗൗസുല്ലാഹ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളുടെ പേരിലുള്ള വലിയ മൗലിദ് ഉണ്ട്. അങ്ങനെ പല തസാനീഫുകളും. ആ സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നറിയോ? ഈ ആകെ വരികൾക്ക് ഓരോന്നിനും 8 വരി വീതം മൂപ്പറന്റെ ഒന്ന് അഡീഷണൽ ചേർത്ത് കൊടുത്തു. അപ്പൊ 29 ഗുണിക്കണം 8 എത്രയായിരിക്കും? 232 ആയിട്ടുണ്ടാവും അല്ലെ? നോക്ക്.
അല്ലേ? അപ്പൊ രണ്ടും കൂടെ മുസന്നിഫിന്റെ 610 ഇവരുടെ 232 കൂടെ കൂട്ടി എത്ര കിട്ടും? 842. പിന്നീട് എന്താക്കി, ഓരോ വരിക്കും തഹ്മീസ് കൊടുത്ത 3 വരികൾ കൊടുത്തിട്ട് 5 മാറ്റി. അതിനാ തഹ്മീസ് 5. അപ്പോൾ വരിയായി കണ്ടുമ്പോൾ എന്തുണ്ടാകും? 2.5 വരി പദ്യമാകുന്നു. അപ്പോൾ 842 ഗുണിക്കണം 2.5 എന്ന് പറഞ്ഞാൽ 2105 വരികൾ ഉണ്ടാവും. റെഡിയല്ലേ? അപ്പൊ ആ തഹ്മീസിൽ ബഹുമാനപ്പെടുത്തുന്ന ഏതാ അഴ്സലി? നമ്മൾ ചെല്ലുന്ന സ്വലാത്തും വതസ്ലീമുൻ, അതാണ് അതിന്റെ വസ്നി. അതിന് ഈ പദ്യക്കാരുടെ ഭാഷ പ്രകാരം എന്താക്കും? ബഹറു തത്വീൽ അല്ലെങ്കിൽ ബഹറു തവീൽ എന്ന് പറയും. ഫഊലും മഫായിലുൻ, ഫഊലും മഫായിലുൻ. അവിടെ എന്താക്കണം? ജാ കളയണം. ആ കളയിലാണ് പറയല് ഖബ്ല്. ഫഊലും മഫായിലുൻ, ഈന നീട്ടിയില്ലേ? ഫഊലും മഫായിലുൻ. അവിടെ യാ കളഞ്ഞിട്ട് നീട്ടം കുറച്ചിട്ടാണ് അതിന്റെ ഒന്നാമത്തെ പിത്രപ്പിക്ക്. ഫഊലും മഫായിലുൻ, ഫഊലും മഫായിലുൻ, സലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി. ഇങ്ങനെ അക്ഷരങ്ങൾ എഴുതി നോക്കിയാൽ അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണം, അതിന്റെ ഹറക്കാത്ത് സക്കനാത്ത് മുഴുവൻ ഇങ്ങനെ ഒത്തുവരും. അതാണ് ബഹറു തവീൽ. ഹിജായ അക്ഷരത്തിന്റെ ഒന്നുകൊണ്ട് തുടങ്ങും, അതേ അൽക്കലിമത്ത് കൊണ്ട് എന്താക്കും? അവസാനിക്കും. അപ്പൊ ഏതാണ്ട് മനസ്സിലായില്ല? ഇനി ഒന്ന് മനസ്സിലാക്കേണ്ട കോലം എന്താണെന്നറിയോ? കൂട്ടിക്കൊടുത്തവർ അതുപോലെ തന്നെ ആക്കിയാണ്. അതിനൊപ്പിച്ച് തന്നെ അതിന്റെ കാർഷിക ഒപ്പിച്ചായിരിക്കും ഉണ്ടാകുക. ഇനി മുസന്നിഫ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഷാരിഹ എന്താക്കും? ഒരു വിഷയത്തിൽ കടക്കും. ചിലപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ തുടർന്നു പോകും. ചിലപ്പോൾ ഇടക്കുന്ന മറ്റൊരു കമാലാത്തിലേക്ക് കടക്കും. ഇങ്ങനെ പലതും വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ മുൻകഴിഞ്ഞതും ശേഷം വരാൻ പോകുന്ന തമ്മിൽ ചിലപ്പോൾ മുനാസബത്ത് കാണൂല എന്നർത്ഥം. അത് കാണാൻ വേണ്ടി ഒപ്പിക്കാൻ ഇറങ്ങിയാൽ ചിലപ്പോൾ പാടുപെടേണ്ടി വരും. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദത്തുൽ ഉമരി ഉണ്ടല്ലോ, റൗദാ ശരീഫ് ചൊല്ലെ സല്ലല്ലാഹു അലാ ബിനി അബ്ദില്ലാഹി എന്ന് തുടങ്ങുന്ന സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ബഹുമാനപ്പെട്ടവർ വിഷയം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത് പറയുന്നത് ആ വിഷയവുമായി ബന്ധം ഉണ്ടാവില്ല. ആ വാക്യത്താണെന്ന് തോന്നും, പക്ഷെ അതൊരു ന്യൂനതയല്ല. എന്തുകൊണ്ട്? ഖുർആനുള്ളതീമിൽ എന്ന് തുടങ്ങി ഇന്നല്ലദീന കഫറൂ. ചിലപ്പോൾ സ്വർഗം പറഞ്ഞ് കുറച്ചപ്പുറത്തുമ്പോൾ നരകം പറയുന്നുണ്ടാവും. അത് ന്യൂനതയല്ല. അത് ന്യൂനതയാകുമെങ്കിൽ ഖുർആനിന് ന്യൂനത എടുക്കേണ്ടതില്ലേ വരേണ്ടത്. അതൊരു ശൈലിയാണ്. അത് ബഹുമാനപ്പെട്ട പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന ലോകപ്രസിദ്ധനായ ഒരു ആലിമുണ്ട് കേരളത്തിൽ ജീവിച്ച, ഉറങ്ങിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു പുതിയാപ്പിള. കേരളത്തിലുള്ള ഒരുപാട് മശായിഖന്മാരെ ഷെയ്ഖുൽ മശായിഖാണ്. മൂപ്പർ സിയാറത്ത് ചെയ്താൽ തന്നെ കൽബിൽ ഇൻഷറാഹ വരത്താന്നാണ് അനുഭവസ്ഥന്മാർ പറയും. നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടവർ കണ്ടിട്ടുണ്ട്. ഇത്ര വലിയ ആലിമായിരുന്നു. ബഹുമാനപ്പെട്ടവര് കക്കടിപ്പുറം ഷെയ്ഖിനോട് ചോദിച്ചു, ഉമർക്കാലയുടെ ബൈത്ത് നോക്കുമ്പോൾ ചിലത് ഇത് ഒത്തു കാണുന്നില്ലല്ലോ. ഇങ്ങനെ മേരാജിന്റെ കിസ്സ പറഞ്ഞു നോക്കുമ്പോഴേക്ക് മറ്റൊരു കിസ്സ ഇടയ്ക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഷെയ്ഖ് റളിയല്ലാഹു പറഞ്ഞെന്താണെന്നറിയോ? അത് ഈ കോലത്തിലാണ്. ചിലപ്പോൾ ആ പറഞ്ഞതിന്റെ ബാക്കി ആയിരിക്കൂല, അത് മറ്റൊരു കിസ്സ പറഞ്ഞതാണ്. മദഹ് പറയുമ്പോൾ ആ ശരിയാണ്. അതല്ല പദ്യത്തിന്റെ ലറൂറത്ത്. ഉദാഹരണത്തിന് ഇസ്രാവും മേറാജിന്റെ സംഭവം തുടങ്ങി കുറെ അങ്ങോട്ടെത്തുമ്പോഴേക്ക് പൂർവ്വകാലത്ത് അള്ളാഹുവിന്റെ ഹദറത്തിൽ 2000 കൊല്ലം തസ്ബീഹ് ചൊല്ലി എന്ന് പറയുന്നില്ലേ? യുസബ്ബിഹുല്ലാഹു തആല ദാലിക്കന്നൂറു വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹി. അത് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ പുതിയാപ്പള ഉസ്താദ് ചോദിച്ചത് എന്താണ്? ഇസ്രാ മേറാജിന്റെ സമയത്തേക്ക് യോജിക്കുന്നില്ലല്ലോ. ഇടയ്ക്കുന്ന് മറ്റൊരു വിഷയം പറഞ്ഞതേ ഉള്ളൂ. അത് ന്യൂനതായി കാണേണ്ടിയില്ല. ഇരിക്കട്ടെ, അതുപോലത്തെ ശൈലി ഇവിടെയും കാണാൻ കഴിയും. ഇനി ഇതിന് വ്യാഖ്യാനിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇത് വ്യാഖ്യാനിച്ചാലും ശരി മറ്റേത് വ്യാഖ്യാനിച്ചാലും ശരി, ഈ വ്യാഖ്യാനിക്കുന്ന ഒരാൾക്കൊരു കടപ്പാടുണ്ട്. എന്താണ്? ജലാലുദ്ദീൻ അൽ മഹല്ലി റളിയല്ലാഹു അൻഹു മിൻഹാജ് വ്യാഖ്യാനിക്കുന്ന തുടക്കത്തിൽ എന്ത് പറഞ്ഞു? ശർഹിൻ യഹുല്ലു അൽഫാദഹു വയുബയ്യിനു മുറാദഹു വയതമ്മിമു മുഫാദഹു. 3 ദൗത്യം ഒരു ശാരി നിർവഹിക്കേണ്ടതാണെന്നവർ അവിടുത്തെ ബാധ്യതയാണ്. ഈ ലഫ്ള് എന്താണ് എന്നുവെച്ചാൽ എല്ലായിടത്തും പറയാനല്ല, ആവശ്യമാകുന്ന രംഗത്ത്, മറ്റുള്ളവർക്ക് അവ്യക്തമാകും എന്ന് തോന്നുന്ന രംഗത്ത് മാത്രമേ പറയാൻ പറ്റൂ. ഈ ലഫ്ള് ഒന്ന് കട്ടയിക്കും. രണ്ടാമത്തത്, മുസന്നിഫ് റളിയല്ലാഹു അൻഹു ഈ പദ്യത്തിലൂടെ എന്തുദ്ദേശിച്ചുകൊണ്ടാണോ വിഷയം അവതരിപ്പിച്ചത് അതിന്റെ ഉദ്ദേശം പറഞ്ഞു കൊടുക്കണം.
അതാണ് വൈബയ്യന മുറാദഹു. മൂന്നാമത്തെ വതമ്മിമു മുഫാദഹു, ഇതിൽ നിന്ന് കിട്ടിയതിന്റെ പുറമെ ഇതിനോട് അനുയോജ്യമായ ഫായിദകൾ ആയാത്തിൽ കൂടിയോ ഹദീസിൽ കൂടിയോ മറ്റ് ഫിഖ്ഹിന്റെ കിതാബിൽ കൂടിയോ എന്താക്കണം, അത് ഒന്ന് വ്യാപ്തിപ്പെടുത്തി പറയാം. അത് തന്നെ വല്ലാണ്ട് നീണ്ടുപോകാൻ പാടില്ല. വജഹിൻ ലത്തീഫിൻ, അത് മൂപ്പരുടെ ശരിയാണ്. ഖാലിൻ അനിൽ ഹസ്ബി വത്തത്വീൽ, ആവശ്യമില്ലാത്ത കലാമുകളൊന്നും ഇതിൽ കൂട്ടിച്ചേർക്കൂല. വിശദി തന്നെ ഒതുങ്ങിന്നുകൊണ്ട് പോകും, പുറത്തൊന്നും പോകൂല. അത് മൂപ്പരുടെ പ്രത്യേക ശൈലി. ഏതായാലും 3 ദൗത്യം നിർവഹിക്കണം. എന്തൊക്കെ? ഏതാണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വ്യാഖ്യാനം എന്നുള്ള നിലക്ക് ആ നിലക്ക് പറയേണ്ടി വരും. പക്ഷെ എല്ലാ കലിമത്തിലും അത് പറയും എന്നല്ല പറഞ്ഞതിനർത്ഥം. ഇന്നൊക്കെ നാം നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കമാല് വ്യാഖ്യാനിക്കലാണ് മൂപ്പരുടെ ഉദ്ദേശം. ആ കമാലിന് എന്തെല്ലാണ്ട് ധീരത പറയാം, ഇൽമ പറയാം, ദാനധർമ്മം പറയാം, ക്ഷമ പറയാം, വിട്ടുവീഴ്ച പറയാം, ഔദാര്യം പറയാം. ഇങ്ങനെ പലതും പറയുന്ന കൂട്ടത്തിൽ ആദ്യം തുടങ്ങുന്നത് അള്ളാഹിന്റെ ഹബീബ് അങ്ങുന്നതുമാണ്. അള്ളാഹു തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു തആല ഇങ്ങോട്ട് ഏറ്റവും പ്രിയപ്പെട്ടവരും എല്ലാ മുർസലീങ്ങളെക്കാളും ഉന്നതമായ പദവി കൊടുക്കപ്പെട്ടവര്, അതുപോലെ തന്നെ പദവി അതിന്റെ പ്രകടനം എന്നുള്ള നിലക്ക് ഇസ്ലാം മിഅ്റാജ് കൊണ്ടുപോയി എന്നുള്ളത് കൊണ്ടാണ് കമാലിന്റെ എല്ലാം ഇജ്മാലടങ്ങിയ ഒരൊറ്റ ഒരു വാക്കുകൊണ്ട് മൂപ്പർ ആരംഭിച്ചിട്ടാണ് തഫ്സീലിലേക്ക് കിടക്കുന്നത്. അത് ഗ്രന്ഥകാരന്റെ നാദിമിന്റെ ഏറ്റവും വലിയൊരു കഴിവായി കൊണ്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഉഖദ്ദിമു ബിസ്മില്ലാഹി ജല്ല വഖസ്സമ ഉഹംദിലു ഹംദം ബിദ്ദവാമി മുവസ്സബാ وسلم تسليما كثيرا قياسما وصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ. ആദ്യത്തെ 3 കഷ്ണമുണ്ടല്ലോ അരവരി, അത് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാരി തങ്ങളാണ്. ബഹുമാനപ്പെട്ടതെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ ആഴ്ച ചുരുക്കത്തിൽ പറഞ്ഞിരുന്നു, എന്നാലും ഒരു ആരംഭത്തിന് മുഖദ്ദിമ ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹി എന്ന കലിമത്തിനെ ഞാൻ മുന്തിക്കുന്നു എന്നാണ്. ബിസ്മില്ലാഹി കൊണ്ട് നഷ്ടം വെക്കരുത്. ബിസ്മില്ലാഹി എന്ന കലിമത്ത് അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലേക്കുള്ള സൂചനയാവാം, അല്ലെങ്കിൽ ഷോർട്ടാക്കിയിട്ട് ബിസ്മില്ലാഹി പറഞ്ഞാലും മതിയല്ലോ. അപ്പൊ ആ കലിമത്തിനെ ഞാൻ മുന്തിക്കുന്നു. അപ്പൊ മഫ്ഊലാണിത് ബിസ്മില്ലാഹി. അല്ലാഹു തആലക്ക് 2 വർണ്ണന കൊടുത്തു. അല്ലാഹു തആലാന്റെ സിഫാത്തുകൾ 2 തരത്തിലാണ്. ഒന്നേതാണ്? അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞ ആ സ്ഥാനം ഏറ്റവും ഉന്നതമാണ്. ഒരു മൗജൂദിന് അതിനേക്കാൾ വലിയൊരു പദവി കൊടുക്കാനില്ല. ഉലൂഹിയ്യത്തിന്റെ അപ്പുറം പദവിയില്ല. അപ്പൊ ഉലൂഹിയ്യത്തിന് ചേരാത്ത അല്ലാഹു തആലാന്റെ ആ ഉന്നതമായ പദവിക്ക് ചേരാത്ത ചില സിഫാത്തുകൾ അതിലേക്ക് ചേർക്കാൻ പാടില്ല. അത്തരത്തിലെ കാര്യങ്ങൾക്കാണ് ജല്ല എന്ന് പറഞ്ഞു. അള്ളാഹിനെ പരിശുദ്ധനാക്കിക്കൊണ്ട് തൻസീഹ് കാത്ത് സൂക്ഷിക്കുന്നു. ജല്ല. രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഉലൂഹിയ്യത്തിന് ഉണ്ടായിരിക്കേണ്ടുന്ന ഒരുപാട് സിഫാത്തുണ്ട്. ഇൽമ്, ഖുദ്റത്ത്, റഹ്മത്ത് ഇങ്ങനെ തുടങ്ങിയിട്ട് അതാണ് വഖസ്സമ, അതിലേക്കുള്ള സൂചനയാണ്. അപ്പൊ തൻസീഹാത്തും വന്നു, അള്ളാഹുവിന്റെ ജലാലത്തും വന്നു, എല്ലാം വന്നു. ഇനി രണ്ടാമത് നേർക്ക് നേരെ കിട്ടിയത് എപ്പോഴും നിലനിൽക്കുന്ന ഇടമുറിഞ്ഞു പോവാത്ത എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന എന്ത് ഹംദ്, ഞാൻ ഹംദ് പറയുന്നു. എന്തുകൊണ്ടാണ്? അല്ലാഹു തആലക്ക് ഏറ്റവും ഹംദ് പറയാൻ അവകാശപ്പെട്ടവരാണ് നമ്മൾ. ഓരോ 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 ലഹദയിലും എന്തായിട്ടുണ്ട്? അള്ളാഹുവിന്റെ നിഅമത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. അതല്പം എങ്ങാനും പിൻവലിച്ചു പോയെങ്കിൽ പിന്നെ നമ്മളില്ല, നമുക്കുള്ളതും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അള്ളാഹുവിന്റെ നിഅമത്തുകൾ എത്രത്തോളം നിലനിൽക്കുന്നുവോ അത്രത്തോളം എന്ത് വേണം? അതിന് അങ്ങോട്ട് ഹംദുണ്ടായിരിക്കണം. അത് നമ്മളെ ആഗ്രഹമാണ്, സാധിക്കൂലെങ്കിലും മുവസ്സമൻ ബിദ്ദവാ. അപ്പൊ അള്ളാഹുവിനോടുള്ള കടപ്പാട് 2 എണ്ണം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് നമ്മളെ കടപ്പാട്. ധാരാളം സലാമു ഞാൻ ചൊല്ലുന്നു. ഖിയാസമാ ഉസല്ലി പറഞ്ഞടാ, ഖിയാസമാ ഉസല്ലി. അപ്പൊ ഖിയാസ സ്വലാത്തി എന്നർത്ഥം. അലിമകളുടെ ഭാഷയിൽ മാന്നുള്ളത് മസ്തരി. അപ്പൊ ഖിയാസ സ്വലാത്തി, എന്റെ സ്വലാത്തിന്റെ അളവനുസരിച്ച്. അപ്പൊ സ്വലാത്തിന്റെ അളവ് നേരത്തെ അറിഞ്ഞിട്ടുണ്ടോ? അത് മത്തിന് നോക്കിയാൽ കിട്ടും. ഉസല്ലി സ്വലാത്തൻ തംലഉൽ അർള വസ്സമാ
ആകാശം ഭൂമി നിറക്കാവുന്ന തരത്തിലുള്ള സലാത്ത് ഞാൻ ചൊല്ലുന്നു എന്ന് പറഞ്ഞു. അതായത് ചൊല്ലുന്ന സ്വലാത്ത് ഒരു ജിസ്മായി സങ്കല്പിക്കും, എന്നിട്ട് അത് ഇട്ടുവെക്കാനുള്ള ഒരു പാത്രമായിട്ട് ആകാശഭൂമി 7 ആകാശവും എല്ലാ ഭൂമി സ്ഥലങ്ങളും അല്ലെ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ മാ ശിഅത മിൻ ശൈഇൻ ബഅദ. ആകാശങ്ങളും ഭൂമിയും അതേ നമുക്ക് അറിയുള്ളൂ. അതിന്റെ അപ്പുറം എന്തെല്ലാം ഉണ്ട് അതൊക്കെ നടക്കാൻ പറ്റുന്ന ഹംദ് എന്ന് പറഞ്ഞ പോലെ ആകാശഭൂമി നടക്കാൻ മാത്രമുള്ള സലാത്താണ് ഞാൻ തങ്ങളെ മേൽ ചെല്ലുന്നത്. അതിനനുസരിച്ച് കൊണ്ടുള്ള സലാമും ഞാൻ ചെല്ലുന്നുണ്ട്. അപ്പൊ രണ്ടും ഒരേ അളവിലില്ലേ. അലാ മൻ ആരമല്ല ചെല്ലുന്നത്. അലാ മൻ എന്ന് പറയുമ്പോൾ മൺ എന്ന് പറഞ്ഞത് അറബിന്റെ പ്രയോഗമുണ്ടല്ലോ, ആണിനും പറ്റും പെണ്ണിനും പറ്റും. മുന്തിയാക്കും പറയാം, താണ ആളുകൾക്കും പറയാം. അത് മുന്തിയതോ താണതോ ആണോ പെണ്ണോന്ന് ശേഷം പറയുന്ന വാക്കിൽ നിന്ന് മനസ്സിലായിക്കൊള്ളാം. ഏകവചനത്തിനും പറയാം, ബഹുവചനത്തിനും പറയാം. എന്നാലൊരാൾ പറഞ്ഞു ഉസ്താദേ നമുക്ക് ദ്വാരക്കണേന്ന്. ഞാൻ പറഞ്ഞു എപ്പോഴും നിങ്ങൾക്ക് ദ്വാരക്കാൻ കഴിഞ്ഞുള്ള മൺ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബസ്സുണ്ട് നമ്മളെങ്കിൽ. അതിൽ ഒരുപാട് സീറ്റ് ഉണ്ട്. എത്ര നിറച്ചാലും ഹൽമി മസീദ് ഇനിയും ആൾ കയറാനുണ്ടോന്ന് വെച്ചാൽ കയറ്റാൻ കഴിയും. ആ മൺ എന്ന് പറഞ്ഞ ചാക്കി ആ ബസ്സിലെങ്കിൽ കയറ്റാൻ തോന്നും. ഏതാ മൻ? അപ്പോൾ ഈ മൻ ആരെ പേരിൽ പ്രയോഗിച്ചു അതിനനുസരിച്ച് അർത്ഥം പറയണം. അപ്പൊ അലാ മൻ എന്ന് പറയുമ്പോൾ ഒരുത്തന്റെ പേരിൽ എന്ന് പറഞ്ഞുകൂടാ. കാരണം ഈ മൻ ആരാന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മൻ കൊണ്ട് മുറാദ്. ഒരുത്തൻ എന്ന് പറയുമ്പോൾ അവസാനത്തിന് ഒക്കില്ല. അത് പ്രത്യേക പഴയ ആലിമീങ്ങൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ റസൂലിന്റെ പേരിൽ അല്ലെങ്കിലോ ഓരോ ഹബീബിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ നാളെ വസ്പ്പെടുത്തിട്ട് മതി. മനസ്സിലായില്ല? ആ മൻ ആരാണെന്നറിയോ? ആണ് അവരുടെ വിശേഷണം. ഉല എന്ന് പറഞ്ഞാൽ സമാവാത്തുൽ ഉല എന്നുണ്ടാകും. സമാവാത്ത് കളയപ്പെട്ടിട്ടുണ്ട്. സമാവാത്തിൽ ഉല അത്യുന്നതമായ 7 ആകാശങ്ങൾ, അതിന്റെ മേലെ അതിന്റെ ടോപ്പ്. അപ്പൊ എന്തായി? അതിന്റെ മേലെ അർശാണെന്ന പറയപ്പെടില്ല. അർശിന്റെ അപ്പുറം നമുക്ക് ഒരു വാക്കിൽ പറയാനില്ല. അപ്പോൾ അലൽ ഉല കൊണ്ട് ഉദ്ദേശം എന്തായി? അർശിന്റെ മേലെ. അർശിന്റെ മേലെ അലലുല മുതബബ്ബഉല്ലഹു, അവർക്ക് പോകാനും വരാനും കയറി ഇറങ്ങാനുമുള്ള പെരുമാറാനുള്ള സ്ഥലമാക്കി അല്ലാഹു തആല കൊടുത്തിരിക്കുന്നു. എന്ന് പറഞ്ഞ മാതിരി നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നൊരു ഹസ്റുണ്ടല്ലോ. എന്നതുപോലെ ലഹു മുതബബ്ബ, തങ്ങൾക്ക് മാത്രം അല്ലാഹു തആല ഒരുക്കി തയ്യാറാക്കിയിരിക്കുന്ന സംഗതി ശരിയല്ലേ? ഇനി അടുത്തെന്താ പറയുന്നത്? أضيف له في الكون مدح مسلسل ممد بلا حد وإن عد طيسل فلما خلا بالرب والستر مسلسل أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال تغطأ. തങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിലനിന്ന് പോരുകയാണ് അല്ലാഹു തആല കോലത്തിലാക്കി. ഒരിക്കലും മുടങ്ങിയ സമയമില്ല. ഉദീമ ലോകം പടച്ച കാലം മുതൽ പോട്ടെ, അതിനാക്കാണ് മുമ്പേയുള്ള കാലം മുതൽ അല്ലേ. ഇന്നല്ലാഹു മലായികത്തുഹു എന്ന് അല്ലാഹു തആല ഹിതമല്ലേ. അല്ലാഹു തആലക്ക് തുടക്കം പറയാനില്ല. അക്കാലത്തന്നെ യുസല്ലൂന എന്ന് പറയുമ്പോ തങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല എന്താക്കിണ്ട്? റായിമാക്കി കൊടുത്തിട്ടുണ്ട്. തങ്ങൾക്ക് ഫിൽ കൗനി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ആലം. അല്ലാഹു തആല സൃഷ്ടിച്ച മലക്കുകളാവട്ടെ, പിന്നെ ജിന്നുകളാവട്ടെ, ഇൻസുകളാവട്ടെ, മറ്റേത് സൃഷ്ടികളാവട്ടെ, എല്ലാത്തിലും കൗൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പടച്ചുണ്ടാക്കിയ വസ്തുക്കളിൽ ഫിൽ കൗനി എന്നുണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിന് ശേഷം ഒന്ന്, ഒന്നിന് ശേഷം ഒന്ന്, ഒന്നിന് ശേഷം പറയാനാകുന്ന തരത്തിലുള്ള മദ്ഹ് അല്ലാഹു തആല ദായിമയായിക്കൊണ്ടിരിക്കുകയാണ്. അതന്നെ ഇപ്പൊ നടന്നു വരുന്നു. ഒരിക്കൽ തുടങ്ങും, ഇത് മുടങ്ങൂല. ആരെതിർത്താലും മുടങ്ങൂല. അവരുടെ വാക്ചാതുര്യം കൊണ്ട് എന്താക്കും? അള്ളാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാമെന്ന് അവർ വ്യാമോഹിക്കുകയാണ്. പക്ഷെ അള്ളാഹു തആല തീരുമാനിച്ചിട്ടുണ്ടെന്ന് അല്ലാ നൂറ് പൂർത്തിയാക്കാണ്ട് മുടൂലാന്ന് അല്ലയും. അപ്പൊ അല്ലയും പടപ്പുകളും തമ്മിൽ മത്സരിച്ചാൽ പടപ്പ് ജയിക്കൂല എന്ന് ഉറപ്പല്ലേ. ഇത്തപ്പായെന്നെ അവർ ഉദ്ദേശിച്ചാൽ അപ്പൊ
ആ സിൽസില എന്ന് പറയുന്നത് ഒന്നിന്റെ പിറകെ ഒന്നാക്കി ഇങ്ങനെ കോർത്തെടുക്കും, അത് തീരൂല. ആ മദ്ഹിന്റെ മറ്റൊരു വിശേഷണം പറയുന്ന ഏതാണ്? മുമദ്ദുൻ. ഒന്ന് പറയുമ്പോഴേക്ക് ഒന്ന്, അമദ്ദയുമിദ്ദു മുമദ്ദ്, ഒന്നിന്റെ പിറകെ ഒന്ന്, ഒന്നിന്റെ പിറകെ ഒന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് തീരുമ്പോഴേക്ക് മറ്റൊന്നിങ്ങി വരും. മുമദ്ദുൻ, അത് ബിലാ ഹദ്ദിൻ, അത് അറ്റമാവൂല. എന്നിട്ട് പറയുന്നു വഇൻ ഉദ്ദ തൈസലു, തൈസൽ എന്ന് പറഞ്ഞാൽ നേരിയ പൊടിയുള്ള മണലിനെ പറയും. റംലി എന്ന് പറഞ്ഞാൽ മണല് അല്ലേ, തൈസൽ എന്ന് പറഞ്ഞാൽ നേരിയ മണലുണ്ടാകും. നൈസ്, നമ്മുടെ വീട്ടാവശ്യത്തിന് വാർക്കാൻ ഉപയോഗിക്കുന്ന മണലും ഉണ്ട്, തേക്കാൻ ഉപയോഗിക്കുന്ന മണലും ഉണ്ട് അല്ലേ, നേരിയ മണല്, അതാ തൈസൽ. അപ്പോ വഇൻ ഉദ്ദ, എണ്ണപ്പെട്ടാലും ശരി, തൈസലും നേരിയ മണലിൽ രണ്ടി തീർച്ചാലും ശരി. അതിന്റെ അർത്ഥം രണ്ട് വ്യക്തികൾ, സാങ്കല്പികമായി പറഞ്ഞാൽ ഒരു വ്യക്തി പറയുന്നു നേരിയ മണലൂടെ ഇറക്കിയിട്ടുണ്ട്, ഞാൻ എന്താ എണ്ണി തീർക്കാം, ഞാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ മറ്റോറ് തീർന്നെന്ന് പറഞ്ഞാലും തുടങ്ങിയിട്ടുണ്ടാവും. മണലെണ്ണി, ചെറിയ മണലി, വലിയ മണലാകുമ്പോ ചിലപ്പോ വേഗം എണ്ണി തീർന്നു വരും. അതിനാണ് തൈസല് എന്ന് പ്രയോഗിച്ചത്, ചെറിയ മണല്. അപ്പൊ എണ്ണാൻ പ്രയാസല്ലേ. ഇനി ഞാൻ ചിന്തിക്കേണ്ടത് റബ്ബുമായി ഖാലിയായപ്പോൾ, അവിടെ കുറച്ച് വ്യാഖ്യാനം പറയാനുണ്ട്, അടിക്കട്ടെ. എത്തരത്തിൽ ഖാലിയായി? വസ്സിത്റു മുർസലു, അവിടെ ഒരു മറ തൂക്കിയിട്ടുണ്ട്, മറ്റുള്ള ആള് കാണാനോ കേൾക്കാനോ പ്രവേശിക്കാനോ പാടില്ലാത്ത രീതിയിൽ ഒരു മറ തൂക്കിയിട്ടിട്ടുണ്ട് അവിടെ പറഞ്ഞു. വസ്സിത്റു മുർസലു, ആ രൂപത്തിൽ റബ്ബുമായി ഖാലിയായി. അത് മേറാജിന്റെ രാത്രി സൂചനയാണ്. എന്നിട്ട് പറഞ്ഞു, അതിന്റെ ജവാബ് വരണ്ടേ? തങ്ങളെ നിർത്തപ്പെട്ടിട്ടുണ്ട് മഖാമൻ, നിൽക്കുന്ന സ്ഥലത്ത്. അവിടെ ചില കിതാബുകളിൽ മുഖാമൻ എന്ന് ദമ്പ് കൊടുത്തിട്ട് കാണും. അതിനേക്കാണ് അഫ്ദൽ എന്താണ് മഖാം ആക്കലാണ്. എന്തുകൊണ്ട്? മുഖാം എന്ന് പറഞ്ഞാൽ മസ്തറാണ്. യാ അഹ്ല യസീബ ലാ മുഖാമ ലക്കും, ഇനി നിങ്ങൾക്ക് ഇവിടെ മുഖാമില്ല, നിലനിൽപ്പില്ല. അപ്പൊ ഇഖാമത്തിന്റെ മാനാക്ക് മസ്തറായിട്ട് വരും. അപ്പൊ ആ മസ്തറിന്റെ മാനയെ നിർത്തിയ എന്ന് പറഞ്ഞത് ഭാഷാപരമായിട്ട് യോജിക്കില്ല. അതേസമയത്തിൽ മഖാം എന്ന് പറഞ്ഞാൽ ഇസ്മു മക്കാനാണ്. അപ്പൊ മക്കാനല്ലേ നിർത്തല്. അപ്പൊ ഭാഷാപരമായി യോജിപ്പേതാണ് മഖാമൻ ബിഫത്ഹിൽ മീമി, മീമിന് ഫത്ത് കൊടുത്തിട്ട് വായിക്കലാണ്. അഖാമന്നാണെങ്കിലും പിന്നെ കാമാന്റെ മക്കാമ് മക്കാൻ അല്ല, അഖാമന്റെ ആണെങ്കിലും ദർഫിന് മുക്കാമന്നല്ല, ഏത് റുബായില് പിന്നെ ദർഫ് പക്ഷെ ഇവിടെ മക്കാമൻ രണ്ടും ഞാൻ മറ്റേ നിർത്തി കൊടുത്തിട്ടുണ്ട്. മീമിന് പത്ത് കൊടുത്താൽ മക്കാമൻ, ഒരു പദവിയിൽ നിർത്തപ്പെട്ടു. മഖാമൻ എങ്ങനത്തെ പദവി? ലം യുഖം ഫീഹി മുർസലു, ആ പദവിയിൽ മുർസലീങ്ങളെ നിർത്തപ്പെട്ടിട്ട് ആരും ഒരു മുർസലിനെ പോലും, ആ മുർസലിനെ നിർത്തപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ മുർസലല്ലാത്ത ഒരാളൊട്ടും നിർത്തൂലല്ലോ. ഒരു മുർസല് പോലും നിർത്തപ്പെട്ടിട്ടില്ലാത്ത ഒരു പദവിയിൽ മഖാമന്റെ ചില കിതാബിൽ കാണും. മഖാമൻ മുഖാമൻ ലം യുഖം ഫീഹി മുർസലു. എന്നിട്ടോ മറ്റൊരു ഉത്തരം തങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുണ്ട്. ഹുജുബുൽ ജലാലി, ജലാലിന്റെ മറകൾ തുമത്തഹു, കാലുകൊണ്ട് ചവിട്ടപ്പെടുന്ന രീതിയിലായി. ദാസുബിൽ ഖദം, കാലുകൊണ്ട് ചവിട്ടപ്പെടുന്ന രീതിയിലായി എന്ന് പറഞ്ഞാലോ. ഈ ഹുജുബുൽ ജലാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അസ്റാറുകൾ മറച്ചു വെക്കപ്പെട്ട കാര്യം അനർഹരായ ആളുകൾ എത്തി നോക്കാതിരിക്കാൻ വേണ്ടി എന്താക്കും, അത് ഒരു മറ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹിജാബ് കൊണ്ട് അള്ളാഹു തആല മറച്ചു. ഹിജാബിന്റെ അള്ളാന്റെ ഭാഗത്തല്ല ഹിജാബ് ആദ്യം മനസ്സിലാക്കണം. പടങ്ങളുടെ ഭാഗത്താണ്. നമ്മളെ ഭാഗത്ത് ഹിജാബ് ഇട്ട് കളഞ്ഞു എന്നുവെച്ചാൽ ഉള്ളിലുള്ള രഹസ്യങ്ങളൊന്നും കാണണ്ട. അത്ഭുതകരമായ ഒരു ബിൽഡിംഗ് ഒരാളുണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ എന്താക്കും, വലിയൊരു കർട്ടൻ കെട്ടിയിട്ട് വലയം ചെയ്യും. വലയം ചെയ്തിട്ട് അതിനുള്ളിൽ എന്താ പണി നടക്കുന്ന ആർക്കും കാണിച്ചു കൊടുക്കില്ല. ഉദ്ഘാടന വേളയിൽ മാത്രമേ തുറന്നു കാണിക്കുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ കണ്ടാളതിന്റെ ബീജം പോയില്ലേ. അതൊരു ഹിജുബുൽ ജലാലാണ്. പക്ഷെ ഇവിടെ ഹിജാബ് മനസ്സിലാക്കണം. അല്ലാഹു തആലാക്ക് ഹിജാബ് പറയാൻ പാടില്ല. ഹിജാബ് നമ്മളെ ഭാഗത്താണ്. അതിനാണ് എന്താക്കുന്നത്, നമ്മൾക്ക് മഹജൂബ് എന്ന് പറയും. അല്ലാഹു തആലാക്ക് മഹജൂബ് എന്ന് പറയാൻ പാടില്ല. ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അല്ലാഹു തആലാക്ക് മുഹത്തജിബ് എന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താ? മറ്റൊരാൾക്ക് മറയുള്ള കാരണത്താൽ അല്ലാഹു ദർശിക്കാൻ സാധിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ.
നല്ല ഉദാഹരണം പറഞ്ഞാല് ഈ ട്യൂബ് ലൈറ്റിന് എന്താക്കി നമ്മള് ഒരു കവർ കൊണ്ട് ചുറ്റി ഇങ്ങനെ നോക്കിയപ്പം കാണുന്നില്ല. അപ്പോൾ ഹിജാബ് എവിടെയുള്ളത്? നമ്മുടെ കണ്ണിന് ഹിജാബില്ല, അതിന്റെ മേലാണ്. അപ്പൊ അത് ട്യൂബ് ലൈറ്റ് മഹജൂബാണെന്ന് പറഞ്ഞു അല്ലെ. നമ്മളെ കണ്ണിനൊരു തുണി കെട്ടി, ട്യൂബ് ലൈറ്റ് ഒന്നുമില്ല, എന്നിട്ടും കാണുന്നില്ല. മറാന്റെ ഭാഗത്ത്, നമ്മുടെ ഭാഗത്ത്. അപ്പൊ രണ്ട് സൂറത്തിലെടുത്താലും എന്തുണ്ടാകും? കാഴ്ച ഇല്ല എന്ന് വരും. പക്ഷെ മറ ആരുടെ ഭാഗത്തായിരിക്കും? നമ്മുടെ ഭാഗത്താണ് ഈ പറഞ്ഞ രൂപത്തിൽ. അതേ മറയാണ് ഇവിടെ ഉള്ളത്. അതായത് പോരായ്മകൾ എന്നതാണ് ഇവിടെ പറയുന്നത്. ഹിജാബ് നോക്കിയാൽ കാണുന്ന ഹിജാബല്ല, മാനവി. അതിനൊരുപാട് ഹിജാബുകളുണ്ട്. കുഫറിന്റെ ഹിജാബുണ്ട്, ജഹലിന്റെ ഹിജാബുണ്ട്, ബന്ധോഷങ്ങളെ ഹിജാബുണ്ട്, ചെറുദോഷങ്ങളെ ഹിജാബുണ്ട്, കറാഹത്തിന്റെ ഹിജാബുണ്ട്, അതുപോലെ ഹുദൂറുൽ മുബാഹിന്റെ ഹിജാബുണ്ട്, തുടങ്ങിയ അങ്ങനെ പോകുന്ന ചെറുതും വലുതുമായ ഹിജാബുകൾ. അങ്ങനെ എത്രയോ ഹിജാബുകളുണ്ട്. അപ്പോൾ എന്താകും? അള്ളാഹു തആലാന്റെതോ റസൂലിന്റെതോ മറച്ചു വെക്കപ്പെട്ട രഹസ്യങ്ങൾ കാണല തൊട്ടുണ്ടാകും. നമുക്ക് നമ്മൾ മഹജൂബായിട്ട് മാറുകയാണ്. അവിടെ ജലാലാണ്. ആ ഗാംഭീര്യത്തിനെ മറച്ചു വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ജലാൽ, അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ തങ്ങൾക്ക് ചവിട്ടിക്കയറാവുന്നതേ ഉള്ളൂ. കയറി എന്തായാലിട്ടിട്ട് അങ്ങ് ചവിട്ടിയേക്കുക എന്നുവെച്ചാൽ അതൊരു വർണ്ണനയാണ്. തങ്ങളെ മുമ്പിൽ ഒരു ഹിജാബും, തങ്ങൾക്കും ഹിജാബില്ല, തങ്ങളെ മുമ്പിലും ഹിജാബില്ല. അത് മനസ്സിലായ? അംസത്ത് എന്ന പ്രയോഗത്തിൽ കാണാം. അംസ എന്ന് പറഞ്ഞാൽ ജമാൻ കൂട്ടി വായിച്ച വൈകുന്നേരമായി എന്ന് അർത്ഥം കിട്ടില്ല അല്ലെ. നാക്കിസാബിലിന്റെ ചിലതിനുണ്ട് എന്നൊക്കെ പറയുന്നില്ല. അംസ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തേക്ക് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലേക്കാണ് ആ സൂചന. രാത്രിയിലെ ഇസ്രാ മിഅ്റാജ് ഉണ്ടായിനി. അത് തന്നെ ലഹൂന മുജിത്തി എന്ന് പറയുന്ന താങ്കൾക്ക് മാത്രമാണ്. അതല്ലേ فلما خلا بالرب والستر مرسل أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ. അംസത്തിന്റെ ഫായിൽ ഇസ്മേതാണ് ഹുജുബുൽ ജലാൽ. തുവത്തഉ ലഹു അതിന്റെ ഖബർ. ശ്രദ്ധിക്കുന്നതൊക്കെ അത് പറഞ്ഞു. ഇവിടെ നോക്കിയോ, ഫലമ്മാ ഖലാ ബിർ റബ്ബിന്റെ അവിടെ ചിന്തിക്കേണ്ടത്. റബ്ബുമായി ഖാലിയായപ്പോൾ, അഥവാ ആ സ്ഥാനത്ത് റബ്ബും തങ്ങളും മാത്രമായി അല്ലെ. ഇവിടെ ഒരു ഈഹാമുണ്ട്. ഈഹാം എന്ന് പറഞ്ഞാൽ തൻസീഹിനെതിരെ വരുന്ന ഒരു ദുസ്സൂചന അതിന്റെ ഉള്ളിൽ വന്നേക്കാവുന്നത്. അത് നമ്മൾ ഏത് പ്രയോഗത്തിലും ചിലപ്പോൾ കടന്നു വരും. അതെന്താണ്? ഉസൂലുൽ അഖീദയിൽ പറഞ്ഞ എന്താണ് നമ്മള് കായിദ? വകുല്ലു നഫ്സിൻ ഔഹമ തസ്ബീഹ ഔവിൽഹു ഔ അഫഹിംഹു തൻസീഹ. ഏതൊരു നസാവട്ടെ, ഖുർആനിലാവട്ടെ, ഹദീസിലാവട്ടെ, ഇമാമികളുടെ ഖൗലിലാവട്ടെ, എന്ത് വന്നു കഴിഞ്ഞാലും ഔഹമത്തശ്ബീഹ, അത് സൃഷ്ടികളോട് സാദൃശ്യം വരുന്ന ഒരു തരം തശ്ബീഹിനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, വ്യക്തമാക്കുന്നില്ലെങ്കിൽ, സൂചന നൽകുന്നുണ്ടെങ്കിൽ അത് നേരെ അർത്ഥം വെക്കാൻ പറ്റൂല എന്നാണ് തൻസീഹപ്പുറം പറയുന്നത്. തൻസീഹിനെ കാത്ത് സൂക്ഷിച്ചു കൊള്ളണം. എന്തിനു വേണ്ടി? അവിടെ രണ്ട് പണിയാണ്. അവ്വിൽഹു, അതിനൊന്നിക്കൽ അനുയോജ്യമായ അർത്ഥത്തിലേക്ക് തിരിച്ചുവിടുക. അത് പണ്ഡിതന്മാർക്ക് ചെയ്യാവുന്ന പണിയാണ്. ആ ഫവ്വിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറുക. രണ്ട് ഡ്യൂട്ടി, ഒന്നെങ്കിൽ തഹ്വീലി അല്ലെങ്കിൽ തഫ്വീൽ. രണ്ടു പേർക്കായാലും നമുക്ക് അനിവാര്യം ഏതാണ്? തൻസീഹാണ് നമ്മളെ കാതലായ വശം. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഒരു ചെറിയൊരു ദുസ്സൂചന. അല്ലാഹു തആല ഇങ്ങനെ ഒരു സീറ്റിരിക്കുന്നുണ്ട്, അവിടെ നബി എത്തി, മക്കാനിയത്ത് വന്നു പോകുന്ന രീതിയിൽ അല്ലേ. അവിടെ എന്താക്കണം എന്നറിയോ? അപ്പോഴാണ് ഇത് കിനായത്താണ് എന്ന് തഹ്വീൽ കൊടുക്കുന്നത്. എന്താ കിനായത്ത്? ഒരു കലാമ് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് പ്രയോഗ ശൈലിയുണ്ട്. ഒന്ന് സരീഹ് അല്ലെ തസ്രീഹ്, മറ്റൊന്നോ കിനായത്ത്. തസ്രീഹ് എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ഡയലോഗ് നടത്തം തന്നെ, അതിന് യാതൊരു തഹ്വീലും ഇല്ല. നേർക്ക് തന്നെ ഞാൻ സൈദിനെ കണ്ട് ഒന്നുമില്ല. കിനായത്ത് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം എന്തെങ്കിലും അഖിലനാലോ അല്ലെങ്കിൽ ശറഇനാലോ തടസ്സം വരുന്ന അവസരത്തിൽ അതിനെന്താക്കണം? അനുയോജ്യമായ വിദ്യത്തിൽ. ഇതാണ് കിനായത്ത്. അപ്പൊ ചിലപ്പം പറയാനുണ്ട്, വാഹിന് പെട്രോൾ അടിച്ചോളിയും കേട്ടോ, നമ്മ ഉണ്ടാ വാഹി പോകുന്നു
അപ്പൊ സാഹചര്യം നോക്കി ഇനി മാഹി പോണ്ട് ചുറ്റുപാടില്ല പോയിട്ടുമില്ല. അതിന്റെ അർത്ഥം എന്താണ്? നല്ല ഹോട്ടൽ നോക്കിയിട്ട് നല്ല രസകരമായ ഭക്ഷണം കിട്ടുമെങ്കിൽ ഇപ്പം തന്നെ അടിച്ചോ, വേറെ പമ്പ് വരുത്താൻ ഹോട്ടൽ വരുത്താൻ നിൽക്കണ്ടെന്ന് അർത്ഥത്തിനാണ്. ചിലപ്പോ ശരീരം അർത്ഥം വെച്ചിട്ട് എന്താക്കും അല്ലെ? അങ്ങനെ എത്രയോ അലാമിൽ വരും. ചുറ്റുവാൻ കുത്തുപാടോരെല്ലാരും താൻ ചെയ്യുമെന്നോവർ മെതിമലിക്കണം. ഇത് ശരിയാണെന്ന് അർത്ഥം വെച്ച് നോക്കുമ്പോഴേക്ക് ഒരു തരത്തിലും കൊള്ളിക്കാനില്ല. അതുകൊണ്ട് എല്ലാവരും കാബം പോലെ തവാഫ് ചെയ്യുന്നു. ഞാനാരെന്ന് അറിയോ? കാബം എന്നെ തവാഫ് ചെയ്യുന്ന മൂപ്പർ പറഞ്ഞിരിക്കുന്നു അല്ലെ? അപ്പോൾ കുറച്ച് വിവരമില്ലാത്ത ആളുകൾക്ക് തോന്നി കാബം ബഗ്ദാദിലേക്ക് പോയി. എന്താ ഉണ്ടായത്? അപ്പൊ ഇവിടെ ഉംറയോ ഹജ്ജോ ചെയ്ത് തവാഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യും, കാബം കാണൂലല്ലോ. അപ്പൊ എവിടെയാ കാബം പോയത്? അത് ബഗ്ദാദിലേക്ക് പോയി എന്ന് പറയേണ്ടി വരൂലേ? ഇതെല്ലാം കൂടെ യോജിപ്പിക്കാനാകുന്നില്ല. എന്നിട്ട് അതിനെ പറ്റിയിട്ട് വിമർശനം തുടങ്ങും. ചുരുക്കത്തിൽ ഔലിയാക്കന്മാരെ ചില കലാമ് കിനായത്തുണ്ടാവും. അത് ഈഖാദുൽ ഹിമ്മം എന്ന കിതാബ് നോക്കിയാൽ കാണാം. ഈഖാദുൽ ഹിമ്മം നോക്കിയാൽ കാണാം. എന്തായാലും പറയുന്നത് ഒരു സാധനം എന്താക്കും, ഒരാളുണ്ടാക്കി അള്ളാഹു താലാക്ക് 100% അനുകൂലമായി നിന്നാൽ മൻകാനലില്ലാഹി കാനല്ലാഹു ലഹു. ഒരാൾക്ക് അള്ളാഹു താലാക്ക് അനുയോജ്യമായി നിന്നാൽ ഇവന്റെ എല്ലാ കാര്യത്തിനും അള്ളാഹു അനുയോജ്യമാകും എന്നാ പറഞ്ഞത്. അത് ഹദീസും ഉണ്ട്. ഇവിടെ ഇത്തഖില്ലാഹ തജിഹു തുജാഹക അല്ലാഹുവിന്റെ അബ്ബാസ് തഖ്വ ചെയ്ത് ജീവിച്ചോ, നിന്റെ വിളിച്ച സ്ഥലത്തെല്ലാം അതുണ്ടാവും. എന്നിട്ട് നീ എവിടെ ആവശ്യപ്പെടുന്നു അതൊക്കെ ഉത്തരം കിട്ടുന്നല്ലേ. അപ്പോൾ എല്ലാരും കാബത്തിനെ തവാഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാബത്തിനെ അങ്ങോട്ട് ലക്ഷ്യമാക്കിയിട്ട് പോകുന്നില്ലേ? അപ്പൊ ഞാനൊരു കാര്യം അല്ലാഹു നിർദ്ദേശിച്ചാൽ എന്റെ കാര്യം ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളതിന് മജാസ്, അത് കിനായത്താണ്. എല്ലാരും തേടുന്നത് എന്താണ്? മന്ത്രിസ്ഥാനം. പക്ഷെ മന്ത്രിസ്ഥാനം ഇവനെ പരതിയിട്ട് വരുന്നത് പറയുന്നത് അത് നേർക്കുന്നതിന് അർത്ഥം പറ്റാൻ ശരിയാവില്ല. ഇല്ല, അതിന് കാബിനോട് സൂചിപ്പിച്ച്, അതിന് കാബിന്റെ കാര്യത്തോട് സൂചിപ്പിച്ച് സൂചിപ്പിച്ചതല്ലോ. എല്ലാരും വിസ തേടി നടക്കുന്നു ഗൾഫിലേക്ക്. വിസ ഓനെ പരത്തിയിട്ട് പൊരിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതാ കിനായത്ത്. ഖുർആനിലും കാണാം. ലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്. എന്താ അർത്ഥം? നേരത്തെ അർത്ഥം വെച്ചാട്ടെ. ലാ തജ്അൽ യദക, നിന്റെ കൈയിനാക്കാൻ പാടില്ല, മഗ്ലൂലതൻ ഇലാ ഉനുഖിക, ബരടിയിൽ കെട്ടപ്പെട്ടത്. അതിനടുത്ത് കയറെടുത്തിട്ട് ഇങ്ങനെ ബരടിക്ക് കൈ കെട്ടാൻ പാടില്ല എന്നാണോ അർത്ഥം? വല കൊടുത്താക്കാൻ പാടില്ല, മുഴുവനും തുറന്നടക്കാനും പാടില്ല എന്നും പറഞ്ഞു അല്ലെ? അതിന്റെ അതാണ് കിനായത്താണ്. ഇത് പിശുക്ക് കാട്ടാൻ പാടില്ല, പൈസക്ക് ചോദിച്ചാൽ തരൂല എന്നുള്ള സൂചനയാണ് ഇത്. അതുപോലെ മുഴുവനും ദൂർത്തടിച്ചിട്ട് മുഴുവനും ഒഴിവാക്കി കളയതാണ് തബസുത്തുഹാക്കുല്ലൽ ബസ്. അപ്പൊ ദൂർത്തിന്റെ അയച്ചിളക്കുന്നതിന്റെ ഇടയിലും പിശുക്ക് കാട്ടുന്നതിന്റെ ഇടയിലും തന്നെ ഒരു മധ്യനിലയുണ്ട്. ആവശ്യത്തിന് ചെലവാക്കുക, അനാവശ്യത്തിൽ ചെലവാക്കാതിരിക്കുക എന്നതിലേക്കുള്ള കിനായത്താണ് ഇത് ഈ ആയത്ത്. അങ്ങനെ എത്രയോ സ്ഥലത്തുണ്ടാവും ഖുർആനിൽ ഈ കിനായത്താണ്. അപ്പൊ അതേ കിനായത്ത് ഇവിടെയും വെച്ച് നോക്ക്. അപ്പൊ നേർക്ക് നേരെ അർത്ഥം വെച്ചാൽ ശർഈയായ തടസ്സമുണ്ട് അവിടെ. എന്നിട്ട് ഒരു തശ്ബീഹിലേക്കുള്ള ദുസ്സൂചന നൽകി കളയുന്നു എന്ന അർത്ഥത്തിൽ വെച്ചപ്പോ നമ്മന്താക്കി വഴിമാറ്റി തൻസീഹ. ചിലപ്പോ അക്കനെ ശരിയാവില്ല. കാബ പോയിട്ട് ബാദാദി പോകുക എന്ന് പറഞ്ഞാൽ അക്കനെ ശരിയാവില്ല. ചിലപ്പോ ബാക്കിന് ശരിയാവില്ല. സംഭവത്തിന് പയ്യന്നൂർ എന്ന് പറഞ്ഞ മാഹിന്ന് പെട്രോൾ അടിച്ചു തന്നെ ഇവിടെ മാഹി ഉണ്ടോ? അതിന് കിനായത്തിന് നേർക്കുന്നതിന് അർത്ഥം വെച്ച പ്രശ്നമുണ്ട്. എന്തുകൊണ്ട്? എന്റെ കാസർകോട്ടെ പോലാവൂ. സ്ഥലത്ത് പോയപ്പോ അമിതമായ സൽക്കാരാക്കിയിട്ട് എല്ലാം കൂടെ തിന്നാൻ കഴിയുന്നില്ല. അപ്പൊ ഇതൊക്കെ താലോട്ട് പോണെങ്കിൽ കോല് വേണ്ടി വരും എന്ന് കിനായത്തായിട്ട് പറഞ്ഞു. അപ്പൊ ഉസ്താദ് ചെല്ലി കോലിന് ചെല്ലി എന്ത് കോലെന്നൊക്കെ തുടങ്ങി. യഥാർത്ഥത്തിൽ ഇത് കിനായത്താണ്. അപ്പൊ ഇത് മനസ്സിലായ? അപ്പൊ ഫലമ്മാ ഖലാ ബിർറബ്ബി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ തങ്ങൾക്ക് മക്കാനി തങ്ങളുടെ കൽബിൽ അള്ളാഹുവിന്റെ അൻവാറിനെ തൊട്ട്, അള്ളാഹുവിന്റെ ലിഖായിനെ തൊട്ട്, കലാമ് കേൾക്കലിനെ തൊട്ട്, അള്ളാഹുവിന്റെ ദാത്തിന്റെ
കാഴ്ചയെ തൊട്ട് തടയുന്ന ഒരു മറകളും ആരുടെ ഭാഗത്തില്ല, തങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ഇത് മനസ്സിലായി? അപ്പൊ വക്കറന ഇസ്മുഹു ബിസ്മിഹിം തംബിഹൻ എന്താണ് വജമഅല്ലാഹു ബൈനഹും ബൈന റുയതിഹി വകലാമിഹി. അപ്പൊ ഒരു ഹിജാബ് തങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടില്ല, ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഹിജാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ വിരിക്ക പറയല് തടസ്സപ്പെടുത്തുന്ന എന്തിനോ ഹിജാബ് പറയും. സോഫിയാക്കളായ ഭാഷയിൽ എന്ത് പറയും, അതുമുൽ മുനാസബത്തിൽ ഒരു സാധനത്തിന് മറ്റൊന്നിന് പറ്റാണ്ട് വരിക. ഒരു പോത്തിന് ഇറക്കണം, മൂർച്ചയില്ലാത്ത കത്തി കൊടുത്താല് പുറിയോ ഇല്ല. അപ്പൊ എന്തിന് ഹിജാബ് ഉണ്ട്, കത്തിക്ക് ഹിജാബ് ഉണ്ട്. എന്തുകൊണ്ട് ലി ഷൈഇൻ എന്ന് പറഞ്ഞ കത്തിക്ക് ആ പോത്തിന്റെ കഴുത്തും മുറിക്കലിനെ തൊട്ട് മുനാസബത്തില്ല, ഒരു ബന്ധം കിട്ടുന്നില്ല. ഇതേമാതിരി എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പ്രവേശനം അനുവദിക്കാത്ത രീതിയിൽ തങ്ങളാക്കി. അപ്പൊ ആളെന്താക്കി, മറകെട്ടി എന്ന് കിനായത്തായിട്ട് പറയാലോ. രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും ഇല്ലേ, ആ പായ ഞാൻ മടക്കി വെച്ച് വീടി അടച്ച് ഷട്ടർ പൊട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അതിന് വീടിയോ ഷട്ടറും ഉണ്ടോ? ഇല്ല. അത് അവസാനിപ്പിച്ചു. അപ്പോൾ അവസ്ഥ എന്താ, അപ്പൊ ജലാലിന്റെ ഹിജാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മുഴുവൻ കാലുകൊണ്ട് ചവിട്ടപ്പെടുന്ന രീതിയിൽ വിരിപ്പാക്കി മാറ്റി. ഒരു ഹിജാബും ഇല്ല. അതാണ് അംസത്ത്. അപ്പൊ അതായത് അതിനപ്പുറം ഇടയിൽ റൂം തൻസിഹാറില് റൂമിന്റെ മാന എന്നാണ് റൂമിന് ആഗ്രഹിക്കുക റാമയ റൂമും അതിന്റെ റൂം ആഗ്രഹിക്കുക ഉദ്ദേശിക്കുക റാമയ റൂമിന് അമൃന്താ ഇപ്പൊ രണ്ടവസരമാണ് നീ തൻസിഹ ഉദ്ദേശിക്കേണ്ടത്. രണ്ടിനും തൻസിഹാണ് വേണ്ടത്. തൻസീഹ് രണ്ടാക്കുള്ളതാണ്. അതായത് തഖ്വീലോ തഖ്വീലോ ചെയ്യുന്നത് തൻസീഹിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ്. നഹ്വ മൗലാഹു വഖദ് തറക ദുനാ ലിയസ്ദാദ ഫദ്ലൻ ഔ യുഖഫിഫ കദ്ദനാ ويرفع إصرا لو بقى قد تقدنا إلى العرش والكرسي أحمد قدنا ونورهما من نوره يتلألأ മൗലാന്റെ ഭാഗത്തേക്ക് അത് മക്കാനിയായ ഭാഗമല്ല എന്നർത്ഥം. അവിടെ തൻസീഹ് സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് പറയുമ്പോ അങ്ങനെ അല്ലാണ്ട് പറയാൻ പറ്റില്ല. എത്തരത്തിൽ ദുന എന്ന് പറഞ്ഞാൽ എന്താണ്, അദിന എന്നതിന്റെ അദിന എന്നുള്ള ഇസ്മു തഖ്ലീലാണ്. അഹില എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ്. അതിന്റെ ജമ്മാക്കി എന്തുണ്ടാകും, ഉല എന്ന് പറയുമ്പോൾ ദുന. അപ്പൊ ഏറ്റവും താണ ഈ ദുന്യാവ്, അതായത് അള്ളാഹു ഏതര വസ്തുക്കൾ. അപ്പൊ ധനിയെ അതിനാന്റെ ബഹുവചനം എന്താ വരും, ദുന. ആലാന്റെ ബഹുവചനം എന്ന് പറയുമ്പോൾ അത് അലൽ ഉല എന്ന് പറഞ്ഞു. അപ്പോൾ ദുന താണ വസ്തുക്കൾ അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് ചേർത്തിട്ട് അള്ളാഹുവിന്റെ മർത്തബയിലേക്ക് ചേർത്തിട്ട് താണത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒഴിവാക്കി, അതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എല്ലാം ഒഴിവാക്കിയിട്ട് സറാനഹ മൗലാഹു മൗലാന്റെ ഭാഗത്തേക്ക് സഞ്ചരിച്ചു. അല്ലെ, ഈ സഞ്ചാരത്തിൽ എന്താ ഉള്ളത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ള ഒരു കാര്യമുണ്ട്. അതാണ് മറ്റുള്ള അമ്പിയാക്കൾക്കൊന്നും കൊടുത്തിട്ടില്ലാത്ത ഫദ്ല് വർദ്ധിക്കാൻ വേണ്ടിയാണ് ഒരു നേട്ടം. അതുകൊണ്ട് ഇതുണ്ടായ നേട്ടം പറയുന്നു. ആ ഇസ്രാ കൊണ്ടുണ്ടായ നേട്ടമാണ് യസ്ദാദ. അത് ലാഭുൽ ഗായത്താന്ന്. ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ചെയ്തിട്ട് എന്ത് കിട്ടി? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ എന്താക്കി? ഉമ്മ പെട്ടിയിലാക്കിയിട്ട് ബഹറിലേക്ക് ഇളക്കി. എന്നിട്ട് ആറ് തൊട്ടാലും കിട്ടാത്ത രീതിയിൽ അകന്നുപോയി. ഇത് പോകുന്നിടത്തേക്ക് അവർ കുളിക്കാൻ പോയ അവസരത്തിൽ ഒരു പെട്ടി കിട്ടുന്നു. അല്ലേ?
ഫിർഔന്റെ കുടുംബമാണ് അതിലെടുത്തത്. എന്നിട്ടോ ലിയകൂന അവിടെ ലാമ് ആകാൻ വേണ്ടി അർത്ഥം വെച്ചാല് അതും ഹസനാകാൻ വേണ്ടി ആരും എടുക്കൂലല്ലോ. ഇല്ല ഇല്ല. എടുത്തിട്ട് ശേഷം എന്തുണ്ടായി ഇതുപോലെ ഒരു 1,00,000 ഉറുപ്പ്യ മുടക്കി ഒരു കച്ചവടം തുടങ്ങി നഷ്ടപ്പെടാൻ വേണ്ടി. എന്നുവെച്ചാൽ നഷ്ടമാണ് ഉണ്ടായത്. അതിന്റെ കായത്ത് അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഈ പോക്കോട് കൂടി എന്തായാലും മറ്റുള്ള ആളുകൾക്ക് കൊടുത്തിട്ടില്ലാത്ത പതിന് വർദ്ധിച്ച് ഉണ്ടായി. എന്താ പതിലെന്ന് പറഞ്ഞാല് തുല്യമായ 2 സാധനത്തിനെ താരതമ്യം ചെയ്യുമ്പോൾ ഒന്നൊന്നിനേക്കാണ് മികച്ചു നിന്നാൽ ആ മികച്ച അളവിനാണ് ഫദ്ല് എന്ന് പറയുന്ന ഇമാം ഗസാലി തങ്ങൾ വ്യാഖ്യാനം കൊടുത്തത്. മൂപ്പർ തന്നെ പറഞ്ഞ ഉദാഹരണം 7ഉം 10ഉം തമ്മിൽ താരതമ്യം ചെയ്യും അല്ലെ. അപ്പോൾ 7നെ അപേക്ഷിച്ച് 10ന് എത്ര വ്യത്യാസമുണ്ട്? 3. അപ്പോൾ 7നെ അപേക്ഷിച്ച് 10നുള്ള ഫദ്ലാണ് 3. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിന്റെ മർത്തബയിലാണ് താരതമ്യം, നമ്മളോടല്ല താരതമ്യം. മറ്റു മുർസൽ അതാണ് മുർസൽ. ആ താരതമ്യം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രമാത്രം അധികപ്പെട്ടുണ്ടോ അതിനാ ഫദ്ല്. ആ ഫദ്ല് അങ്ങനെ വർദ്ധിക്കുക. അതുകൊണ്ടല്ല ഫദ്ലിന് മിച്ചം എന്ന് അർത്ഥം വരുന്നു. അതെ മിച്ചം ഫദ്ല്. എന്ന് പറഞ്ഞാൽ മറ്റു മുർസലീങ്ങളെ വെച്ചിട്ടാണ് താരതമ്യം. ഞങ്ങൾ പറയുന്നത് 2 സാധനം ഒരേ ഋതുബയിലുള്ള 2 സാധനം എടുത്ത് നോക്കണം. അപ്പൊ താരതമ്യം ചെയ്യുമ്പോ അതിനോട് യോജിപ്പ് വേണ്ടേ. അപ്പൊ ലിയസ്ദാദ ഫദ്ലൻ തങ്ങൾ ഫദ്ലാൽ ഏറി ഒരു നേട്ടമാണ്. അവന്റെ അടന്താക്കണം അർത്ഥം വെച്ചാല് നമ്മുടെ പ്രയാസങ്ങൾ തഖ്ഫീഫാക്കി, പ്രയാസങ്ങൾ എന്താ ലഘൂകരിച്ചു എന്ന് പറഞ്ഞ ഉമ്മത്തിന് വേണ്ടി തങ്ങളെന്താക്കി വളരെയധികം പ്രാർത്ഥിച്ച് ഉമ്മത്തിന് അല്ലാഹുവിന്റെ പ്രത്യേക റഹ്മത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്ത ഒരു അർത്ഥം. മറ്റൊരു സൂചന എന്താണ്? 50 വഖത്ത് നമസ്കാരം ആദ്യം ഫർളാക്കിയിട്ടുണ്ട് അല്ലെ. പിന്നീട് ആവശ്യപ്പെട്ട് ദുആ ചെയ്തിട്ട് എന്താക്കിയത് 5 അപ്പൊ അമലിൽ 5 ആണെങ്കിലും പ്രവർത്തനത്തിൽ എന്താക്കും സവാബ് കൊടുക്കുന്ന അവസരത്തിൽ 50 തീരുമാനിച്ചു. അപ്പൊ ഖദ്ർ എന്ന് പറഞ്ഞ പ്രയാസം, നമ്മുടെ പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടി. എന്നിട്ട് 3 ഇസ്ർ എന്ന് പറഞ്ഞാൽ പ്രയാസകരമായ കാര്യം എന്ന് തന്നെയാണ്. അത് ഉയർത്താൻ പ്രയാസമേറെ തക്ലീഫാത്തുകൾ എന്താക്കും തങ്ങൾ ലഘൂകരിച്ചു. ഒന്നാം ഇതിന് പ്രകാരം അത് ആമിർ റസൂലിനേക്കാൾ സൂചിപ്പിക്കുന്നതാണ്. തുടങ്ങിയിട്ട് ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. മുമ്പ് കഴിഞ്ഞു പോയ ഉമ്മത്തിന് ചുമത്തിയത് പോലത്തെ ഇസ്ർ എന്ന് പറഞ്ഞാൽ പ്രയാസമേറിയ കാര്യങ്ങൾ നമ്മളെ ചുമത്തല്ലേ, അതും ഒഴിവാക്കി തന്നു. ആ ഇസ്റെങ്ങാനും ബാക്കി നിന്നെങ്കിൽ ലവ് ബക്കാന്റെ അവിടെ 2 ശൈലിയുണ്ട്. ഒന്നാണ് ബക്ക എന്ന ഫേല് സർഫാക്കുന്ന അവസരത്തിൽ ബഖിയ യബ്ക എന്നാണ് ഏറ്റവും ഉത്തമതായ സർഫ്. ബഖിയ യബ്ക എന്ന് പറഞ്ഞാൽ സമിഅ യസ്മഉ മാദിയ ഫീൽ കസ്റും മുദാരിയ ഫീൽ ഫത്ഹും. അതുകൊണ്ടാണ് വയബ്ക വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്നല്ലേ മുദാരിയിൽ പറഞ്ഞത്. അപ്പോൾ മാദി എന്തായിരിക്കും? ബഖിയ. മറ്റൊന്ന് ബക്കായബക്ക് റമായ റമി ജറായ ജരി പറയും പോലെ ബക്ക എന്നുള്ളത് മാദിയിൽ ഫത്ഹും മുദാരിയിൽ കസ്റും അല്ലേ. ഇവിടെ എന്താകണം? ലവ് ബക്ക എന്ന് പറഞ്ഞത് മറ്റേ ഖിയാസിനെതിരാണ്. അതുകൊണ്ടെന്താക്കി ബക്കാനെ തിരഞ്ഞെടുക്കും. അത് ദലായിലു ഖൈറാത്തിലും കാണാം. കൊപ്പിക്കാൻ വേണ്ടി അപ്പൊ ലവ് ബക്ക എല്ലാം മറ്റേ അനുസരിച്ച് പറയുകയാണെങ്കിൽ ലവ് ബക്കീഖദ്ദനാന്ന് വായിക്കേണ്ടി വരും. കസർ കൊടുക്കുകയാണെങ്കിൽ എന്താക്കും? ഞാന്റെ മദ്ദാക്കി മറിക്കുക. അപ്പൊ ഏതല്ലോ നമ്മളെ പെരടി തന്നെ മുറിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതും കിനായത്താണ്. എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാനാവൂല, അതിന്റെ ഭാരം വഹിക്കാൻ നമുക്ക് കഴിയൂല. മനസ്സിലായില്ലേ? ആ ഇസ്റെങ്ങാനും ബാക്കിയാണെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. അത് എന്താക്കി നമ്മളെ ആ ഭാരം അല്ലാഹു തആല ഉയർത്തിക്കണം. അത് തലയിൽ തന്നെ ചുമത്തപ്പെടുകയാണെങ്കിൽ എന്തായി മാറും? പെരടി. മാമത്തുൽ ബശർ
اسمه قامة الرجل ഖദ്ദ എന്ന് പറഞ്ഞാൽ മുറിച്ച് قد قميصه അതിന്റെ അപ്പുറം إلى العرش والكرسي أحمد قدنا അഹ്മദു صلى الله عليه وسلم അഹ്മദു ഇലൽ അർശി വൽ കുർസിയിലേക്ക് അടുത്ത് എത്തരത്തിൽ വനൂറുഹുമാ മിൻ നൂരിഹി യതലഅലഹു അർശിനും കുർസിയിനുമുള്ള പ്രകാശം മിൻ യതലഅലഹു മിൻ നൂരിഹി തങ്ങളുടെ നൂറിൽ وسلم അർശിനും കുർസിയിനും സ്വതവേ ഒരു പ്രകാശം ഉണ്ടാകും. വജൂദ് ഒരു പ്രകാശമാണ്, അതിന്റെ മഹിമ മറ്റൊരു പ്രകാശമാണ്. നോക്കിയാൽ കണ്ടോളുന്നില്ല. ഹിസ്സിയായ പ്രകാശമുണ്ടതിന് സൂര്യൻ അമറിനുമുണ്ട് അല്ലേ, ലൈറ്റിനുമുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും മാനവീയായ പ്രകാശമുണ്ട്. ഒരാള് അതുമിൽ നിന്ന് വജൂദിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു നൂറാണ്. മഹത്വം കുറഞ്ഞതിൽ നിന്ന് മഹത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു നൂറാണ്. അതെന്താണ്? മാനവീയായ നൂറാണ്. അപ്പൊ അർശിയെ കുറിച്ച് എന്നുള്ള ഉന്നതമായ സൃഷ്ടികളായത് കൊണ്ട് അതിന് നൂറാനിയത്തുണ്ട്. പക്ഷെ തങ്ങൾ വന്നപ്പോ എന്തായെന്നറിയോ, നൂറാനി തങ്ങോട്ടേക്ക് പറന്നിട്ട് അതിൽ നിന്നാ പ്രകാശിക്കുന്നത്. ചന്ദ്രൻ പ്രകാശിക്കുന്നതിൽ കൂടെ സൂര്യന്റെ പ്രകാശം കിട്ടിയിട്ടല്ലോ, എന്റെ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ കൂടുതൽ പ്രകാശം ഉള്ളത് എന്താക്കും? മറ്റേനെ കീഴ്പ്പെടുത്തും. ഏതായാലും ബറക്കത്തിന് വേണ്ടി കുറച്ച് പാടാം. أقدم بسم الله جل وقسما أحمديل حمدا بالدوام موسما وسلم تسليما كثيرا قياسما أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية أديم له في الكون مدح مسلسل ممد بلا حد وإن عد طيسل فلما خلا بالرب والستر مرسل أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال تبطأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية سرى نحو مولاه وقد ترك الدنا ليزداد فضلا أو يخفف كدنا ويرفع إصرا لو بقى قد قدنا إلى العرش والكرسي أحمد قدنا ونورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അള്ളാഹുവിന്റെ ഫضലുകൊണ്ട് കൃത്യം 1.5 മണിക്കൂർ അള്ളാഹു തആല നമുക്ക് ഖൈറിലാക്കി തന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد اللهم صل عليه وسلم رسولك النبي الأمي وعلى آله وصحبه وسلم تسليما بقدر عظمة ذاتك في كل وقت مهين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശ്രമം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ഇതിനു വേണ്ടി എന്തെല്ലാം സഹായങ്ങളും പ്രവർത്തനങ്ങളും സഹകരണങ്ങളും പല നിലക്കും ഇതിനെ സഹായിച്ചവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തം കൊണ്ട് അവൻ്റെ ലിഖാഅ് കൊണ്ട് അവരെല്ലാം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹികൾ കേൾക്കാനും പറയാനും അതിന് സൗകര്യം ഏർപ്പെടുത്തുന്ന ഇഖ്വാനിങ്ങൾക്ക് നല്ല
ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഏറ്റവും വലിയ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ആ മുജാവറത്തിനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ഈ മഹത്തായ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത പലരുമുണ്ട്, രോഗികളായവർ ധാരാളമുണ്ട്. അവർക്ക് പൂർണ്ണമായ ആഫിയത്തും സിഹത്തും സലാമത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും അവർക്ക് പൂർണ്ണമായ മോചനം നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹു, നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഇതിന് എത്രത്തോളം ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതിന് വേണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും അവരെ കണ്ണ് കുളിർക്കുന്ന, കണ്ണിന് മനസ്സിന് സന്തോഷം നൽകുന്ന എല്ലാ നിഅമത്തുകളും നീ നൽകി സന്തോഷത്തിലാക്കണമല്ലോ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ കലിമത്തിലായി ഞങ്ങളെ ജീവിപ്പിക്കുകയും അതേ കലിമത്തിലായി നമ്മൾ ലാഹിദ് കൊണ്ടും ബാത്തില് കൊണ്ടും അത് വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് ആ യഖീനിലായി ഞങ്ങൾ ആഖിറത്തിനെ നന്നാക്കി തീർക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم. إن شاء الله നീ ഒന്നാം തീയതി അല്ലേ? 25 കഴിഞ്ഞ് 1-ാം തീയതി. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.